ഗുഡ് ആഫ്റ്റർനൂൺ മാം. മോൻ എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ആയി, കുഴപ്പമില്ല. അച്ഛനെ റൂമിലേക്ക് മാറ്റി, ഐസിയുവിൽ മാറ്റി. വെൽക്കം ടു അവർ ക്ലാസ്. ക്ലാസ് ആണോ? അല്ല, ഒരു ക്ലാസ് കൂടി ഉണ്ടാവും കേട്ടോ. ഒരു റിവിഷൻ ക്ലാസ് ഉണ്ട് നമുക്ക് കഴിഞ്ഞിട്ട്. വേണം. നെക്സ്റ്റ് വെനസ്ഡേ നമ്മുടെ ക്ലാസ് എപ്പോഴാണോ ആ ടൈമിൽ ഉണ്ടാവും കേട്ടോ, റിവിഷൻ ക്ലാസ്. ഒരു ടെൻഷൻ അടിക്കണ്ട, പതിയെ സമാധാനത്തില് നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങള് ഡിസ്കസ് ചെയ്ത് പോകുള്ളൂ കേട്ടോ. ഹറി പറയാണ്ട് എടുക്കുമെന്നൊന്നും ആരും മേടിക്കണ്ട. നമ്മുടെ പി ജിക്കാരും കൂടി ഒന്ന് വന്നോട്ടെ കേട്ടോ. പി ജിക്കാരെ ക്ലാസ്സിൽ കഴിഞ്ഞ് എത്രയാണ് ഇങ്ങോട്ട് കയറാനായിട്ട്. ഭക്ഷണം കഴിച്ചു എല്ലാവരും? കഴിച്ചു മാം, കഴിച്ചു. ശരി. മോനെന്താ മാം, പനിയാണോ? പനിയായിരുന്നു? പനിയായിരുന്നു. പ്രേയർ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. പ്രേയർ ആരാണ്? പ്രേയർ ബിസ്മി ചൊല്ലുണ്ടോ? ഇല്ല, ഇതില് ചൊല്ലിക്കോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഫ്രണ്ട്സ്. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിലീറനണിഞ്ഞ മിഴികളോടെ, കാരുണ്യമെന്നിൽ ചോരിയിടം ഭൂവിലും കാരണനായുള്ള തമ്പുരാനെ, അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയിൽ സ്നേഹിച്ചും ആദരിച്ചും, കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളാണിനച്ചും, മാതൃഭൂവിനായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും. താങ്ക് യു മാം. ഹാവ് എ ഗുഡ് ഡേ ഓൾ. Thought of the day. Thought of the day. ഒരു തോട്ട് പറയണോ എന്തെങ്കിലും? ലൈഫ് ഈസ് എ തോട്ട് അല്ലേ? ആണോ? ജീവിതം തന്നെ ഒരു തോട്ടാണ്. ഞാൻ പറയാം മാം. പറയാം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവൻ അപരന് സുഖത്തിനായി വരെയാണ് ഗുരുദേവൻ പറഞ്ഞത്. വെരി ഗുഡ്. യെസ്. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. നമ്മള് യൂണിറ്റ് 10 ആണ്. മാൻ ആൻഡ് എൻവയോൺമെന്റ് കുറച്ചെടുത്തായിരുന്നു. നോൺ റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസും എടുത്തിരുന്നു അല്ലെ? അത്രയല്ലേ എടുത്തിട്ടുള്ളൂ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഹ്യൂമൻ ഇന്ററാക്ഷൻസ് വിത്ത് റിസോഴ്സസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതിന്റെ സസ്റ്റൈനബിലിറ്റി എങ്ങനെ നിലനിർത്തണമെന്ന് അല്ലെ. അതായത് എന്താ പറയുന്നത്, റീനോബിൾ റിസോഴ്സ് നമുക്ക് പുനരുപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ വിഭവങ്ങളുണ്ട്, അതിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സുകൾ ഏതൊക്കെയായിരുന്നു? നാച്ചുറൽ റിസോഴ്സസുകൾ അല്ലെ. വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, സോളാർ എനർജി, ഇതൊക്കെ നമുക്ക് വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഈ പുനരുപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. എങ്ങനെയൊക്കെ സംരക്ഷിക്കണം? നമുക്കിപ്പോ അതിന്റെ ഒരു ഉദാഹരണം പറയാം. നമ്മള് കിണറ്റിലെ വെള്ളം നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? കിണറ്റിലെ വെള്ളം എങ്ങനെയാണ്?
ലൈറ്റൊക്കെ വീഴാതെ വലയിട്ടിട്ട് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാണ് അല്ലെ. നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ഭൂഗർഭ ജലങ്ങളാണ് അതിലുള്ളത്. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേണ്ട രീതിയിൽ അതിന് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മലിനീകരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേത് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് മാക്സിമം നമ്മൾ നോക്കുക അല്ലെ. യെസ്, ഓക്കെ. അതോടൊപ്പം തന്നെ എന്താണ്, അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വിഭവങ്ങളെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. നിലനിർത്താനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്താണ്, മരം നടാറുണ്ട്, വെട്ടിമുറിക്കാറുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്? മരം വെട്ടുന്നതാണോ അല്ലെങ്കിൽ മരം നട്ട് വളർത്തുന്നതാണോ ഏറ്റവും നല്ലത്? ഏതാണ് വേണ്ടത്? മരം മുറിക്കുന്നതിന്റെ എണ്ണത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ മരങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടതാണ് അല്ലെ. യെസ്, അങ്ങനെ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ എക്കോസിസ്റ്റം നിലനിർത്തുക എന്ന് പറയുന്നതും എന്താണ്, സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊട്ടക്ട് ചെയ്യണം. പുനരുപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം മനുഷ്യൻ ആ വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതാണ് മാനേജ്മെന്റ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന രീതിയിൽ അവിടെ അർത്ഥമാക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ റിസോഴ്സുകളെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് അർത്ഥം വരുന്നത്. മനസ്സിലായോ? യെസ്, അതായത് നമ്മൾ ഇവയെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ ഭാവിയിലുള്ള തലമുറയ്ക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. യെസ്, ഇനി നോൺ റിന്യൂവബിൾ റിസോഴ്സിനെ നമ്മൾക്ക് എങ്ങനെ നിലനിർത്താം? നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ പുനരുപയോഗിക്കാൻ കഴിയാത്ത വിഭവങ്ങളെ നമുക്ക് എങ്ങനെ അതിന്റെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ നിലനിർത്താൻ സാധിക്കും? നിലനിർത്താം. നമുക്കറിയാം ഇത് വേഗത്തിൽ കിട്ടാത്ത വിഭവങ്ങളാണ് അല്ലെ. ഇതിന് അത്യാവശ്യം സമയമെടുത്ത് ദീർഘകാലം സമയമെടുത്ത് ഉണ്ടാകുന്ന വിഭവങ്ങളാണെന്ത്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് കൽക്കരി, പെട്രോളിയം തുടങ്ങിയ വസ്തുക്കളെല്ലാം തന്നെ. ഓക്കെ. അപ്പൊ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് ഇതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. അതായത് നമുക്കറിയാം ഭൂമിയുടെ വിഭവങ്ങൾ, റിസോഴ്സിന്റെ അളവ് എന്ന് പറയുന്നത് പരിമിതമാണ്. ഒരുപാട് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വേണമെങ്കിൽ പറയണം കേട്ടോ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. ചിലപ്പോൾ ക്ലാസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ടീച്ചറിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ട്യൂസ്ഡേ ഞാൻ സ്പെഷ്യൽ പറഞ്ഞല്ലേ, 11-ാം തീയതി സ്പെഷ്യൽ വെച്ചിരുന്നതാണ്. പക്ഷെ അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ വിചാരിക്കുന്നത്. ഓക്കെ. നമുക്കറിയാം ഭൂമിയിലെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വിഭവങ്ങളുടെ അളവ്, അതായത് പെട്രോളിയം, കൽക്കരി മുതലായവ നിങ്ങൾക്ക് കാലം സമയമെടുത്ത് എടുക്കേണ്ടതാണ്. അതായത് പരിമിതമാണ് ഇതിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ ഉള്ളതിന് എന്ത് ചെയ്തിരിക്കണം, നമ്മള് ഉള്ള സിറ്റുവേഷൻ, ഉള്ള വിഭവങ്ങൾ, റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് നിലനിർത്തേണ്ടത്. ഓക്കെ. യെസ്, അപ്പൊ ഉപയോഗിക്കുമ്പോൾ പെട്രോളിയം ആണെങ്കിൽ, കൽക്കരി ആണെങ്കിൽ നമ്മൾ എന്താണ് ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുക, ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ റിസോഴ്സ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ദീർഘകാലം ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്താണ് പിന്നീട് ഇതിന്റെ ലഭ്യത കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് സമയം എടുക്കേണ്ടി വരും അല്ലെ. യെസ്, അപ്പൊ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞ എല്ലാ വിഭവങ്ങളും സംരക്ഷിക്കേണ്ടത്. അപ്പൊ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണ്, ഉപയോഗിക്കുന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ജനറേഷനും അതെന്താണ്, അതിന്റെ സാന്നിധ്യം കാര്യത്തിലുള്ള റിസോഴ്സുകൾ അനുഭവിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ് വരും തലമുറക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ഉപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത വിഭവങ്ങളും സംരക്ഷിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഇനി എൻവയോൺമെന്റൽ പൊല്യൂഷനില് ലിൻഷിയാണെന്നുണ്ട് ലാൻഡ് പൊല്യൂഷൻ എടുത്തത് അല്ലേ? ആരെങ്കിലും ഒന്ന് പറയോ? അതെ മാം, ലാൻഡ് പൊല്യൂഷൻ എന്റെ ടോപ്പിക് ആയിരുന്നു. അന്ന് ഞാൻ ആബ്സെന്റ് ചേച്ചിയെ എടുത്ത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എയർ പൊല്യൂഷൻ ആണ് കേട്ടോ. നമുക്ക് എല്ലാം ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. എയർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ഹാപ്പനിങ് എയർ ഓൺ എ ഫോറിൻ മെറ്റീരിയൽ ഓർ gas which is risky on to man, vegetation, animals or buildings. Thus, the contamination of air with dust, smoke and harmful gases may be considered as air pollution. എങ്ങനെയാണ് എയർ പൊല്യൂഷൻസ് നടക്കുന്നത്? വായുമലിനീകരണം നടക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? പല മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് വായുമലിനീകരണം സംഭവിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് വെജിറ്റേഷൻസിൽ നിന്ന്, അല്ലെങ്കിൽ എന്താണ് അനിമൽസ്, ബിൽഡിങ്സ്, അല്ലെങ്കിൽ പല വിഭവങ്ങളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന വിഭവങ്ങളിൽ തന്നെ എന്താണ് പലതരം ഹാർംഫുൾ എഫക്ട്സ് നമ്മുടെ എയറിൽ ഏൽക്കുന്നുണ്ട്. ഓക്കെ. പ്രധാനമായിട്ട് നമുക്ക് എന്താണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ. ട്രാൻസ്പോർട്ടിൽ നിന്നൊക്കെയാണ് എന്ത്, അതായത് ഗതാഗത സൗകര്യങ്ങളിൽ നിന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ നിന്നുള്ള അമിതമായിട്ടുള്ള മലിനീകരണമാണ്
എയർ പൊല്യൂഷന് പ്രധാന കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നതും എന്താണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത്. അല്ലെ, വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന പുകകൾ അല്ലെ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഫ്യൂവൽസ് അല്ലെങ്കിൽ എന്താ പറയുക പുകപടലങ്ങൾ മൂലം ഡസ്റ്റ് പാർട്ടിക്കിൾസ് മൂലം നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. പിന്നെ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽസിൽ നിന്ന് എന്താണ് എയർ പൊല്യൂട്ടഡ് സംഭവിക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിക്കാറ്. ഇൻസെക്ടിസൈഡ്സ് എന്താണ്? ഇൻസെക്ടിസൈഡ്സ് ജീവികളെ കൊല്ലുന്ന പെസ്റ്റിസൈഡ്, പെസ്റ്റിസൈഡ്സ് കീടനാശിനികളാണ്. ജീവികളെ കൊല്ലുന്നത് കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മൂലം എയർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. റീഫോറസ്റ്റേഷൻ, റീഫോറസ്റ്റേഷൻ എന്താണ്? വനനശീകരണം, വനങ്ങള് വെട്ടി നശിപ്പിക്കുന്നത് മൂലം എയർ പൊല്യൂട്ടഡ് ആകുന്നു. ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഗാർബേജസ്, നമ്മൾ ഗാർബേജ് വേസ്റ്റസും പ്രോപ്പർ ആയിട്ടെല്ലാം ഡിസ്പോസ് ചെയ്യുന്നെങ്കിൽ എന്താണ് അവിടെ എല്ലാം തന്നെ എയറിന്റെ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഫ്യൂവൽ, യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്, ഡീഫോറസ്റ്റേഷൻ ആണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഗാർബേജ്, പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. അപ്പൊ ഈ കോസസ് എല്ലാവരും പഠിക്കണം കേട്ടോ. കോസസ്, കാരണങ്ങൾ പഠിക്കണം. എയർ പൊല്യൂഷന്റെ കാരണം എന്താണ്? ഇനി ഇതിന്റെ കോൺസിക്വൻസസ് ഒക്കെ എന്തായിരിക്കും? ഈ എയർ പൊല്യൂഷൻ മൂലം നമുക്ക് എന്തൊക്കെ കോൺസിക്വൻസസ് സംഭവിക്കുന്നുണ്ട്? അതൊന്നും നമ്മുടെ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എഫക്ട് ഓഫ് ക്ലൈമറ്റ്, നമ്മുടെ എഫക്ട് ഓൺ വിസിബിലിറ്റി, നമ്മുടെ എന്താണ് കാഴ്ച പരിമിതിയായത് ബുദ്ധിമുട്ടിക്കുന്നത്. എയർ പൊല്യൂട്ടഡ് ആവുന്ന സമയത്ത് നമുക്ക് കാഴ്ച വിസിബിലിറ്റിക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചറിന് മോശം സംഭവിക്കാൻ, അഗ്രികൾച്ചർ നഷ്ടത്തിലാവുന്ന, അഗ്രികൾച്ചർ എന്താണ് അപകടത്തിലാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. മനുഷ്യനെ അത് ബാധിക്കുന്നുണ്ട് അല്ലെ. എഫക്ട് ഓൺ മാൻ. ദെൻ എഫക്ട് ഓൺ ഓസോൺ ലെയർ, നമ്മുടെ ഓസോൺ പാളി മലിനമാക്കപ്പെടുന്നതിന് പ്രധാന കാരണം എയർ പൊല്യൂഷൻ മൂലമാണ് കേട്ടോ. ദെൻ ബാഡ് എഫക്ട് ഓൺ വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ വാട്ടർ, നമ്മുടെ വെജിറ്റേഷനെയും അതേപോലെ തന്നെ എന്താണ് വാട്ടർ സംവിധാനത്തെയും, രണ്ട് സംവിധാനം വെജിറ്റേഷനും നമ്മുടെ വെജിറ്റേഷനും അതേപോലെ വാട്ടറും ഒരേപോലെ തന്നെ എന്താണ് അൺപൊല്യൂട്ടഡ് ആകുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എഫക്ട്സ് ആണ്, എയർ പൊല്യൂഷൻ മൂലം സംഭവിക്കുന്ന കോൺസിക്വൻസസ് ആണ്. കോൺസിക്വൻസസും പഠിക്കാം. പേരുകൾ മാത്രം ഒന്ന് വൈകാട്ടേക്ക് പഠിച്ചാൽ മതി. ഓക്കെ, ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, വിസിബിലിറ്റി, അതുപോലെ തന്നെ അഗ്രികൾച്ചറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, മനുഷ്യനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഓസോൺ ലെയറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ വെജിറ്റേഷനെയും വാട്ടറിനെയും ഇതൊക്കെ എയർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസുകളാണ്. ഓക്കെ, ഇതിന്റെ പരിണിത ഫലങ്ങളാണ് കേട്ടോ. ഈ എയർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ലാൻഡ് പൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, എടുത്ത ടോപ്പിക് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുക ലാൻഡ് പൊല്യൂഷന്റെ കോസസും കോൺസിക്വൻസസും പഠിക്കണം കേട്ടോ. എക്സാമിന് പഠിക്കുമ്പോൾ കോസസും കോൺസിക്വൻസസും ഏതൊക്കെയാണ് പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് സൗണ്ട് പൊല്യൂഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് സൗണ്ട് പൊല്യൂഷൻ. അൺവാണ്ടഡ് സൗണ്ട് ഈസ് സിംപ്ലി കോൾഡ് നോയ്സ്. നമുക്ക് ഒരു ശബ്ദം കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട് അല്ലെ. ശബ്ദപരിധി എന്ന് പറയുമ്പോൾ എത്ര ഡെസിബിൾ ആണ് ശബ്ദപരിധി? നോർമൽ ആയിട്ട് നമുക്ക് ശബ്ദത്തിന് എത്ര അളവാണ് അതിന്റെ മെഷർമെന്റ്സ് അറിയാമോ നിങ്ങൾക്ക്? 20,000 hertz. 20 hertz അല്ലെ. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ചെവിക്ക് ശ്രവണ പരിധിക്ക് കൂടുതലുള്ള ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറയാം? അതിനായിട്ട് നമ്മൾ നോയ്സ് എന്ന് പറയാം അല്ലെ. നമുക്ക് കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ശബ്ദപരിധി. അതിൽ കൂടുതൽ ശബ്ദം പുറപ്പെടുവിച്ചാൽ എന്താണ് അവിടെ നമ്മളത് ശബ്ദ മലിനീകരണം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, the intensity of which is usually measured in a unit called decibel. അപ്പൊ നമ്മുടെ ശബ്ദത്തിന്റെ തീവ്രത മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണ്? ഡെസിബലിലാണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം. The intensity of which is usually measured in a unit called decibel. ശ്രവണപരിധി നമ്മൾ മെഷർ ചെയ്യുന്നത് ഡെസിബിൾ എന്ന യൂണിറ്റിലാണ്. ഓക്കെ, the mildest sound that human hear directly is called the threshold of hearing. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. നമുക്ക് 20 ഹെർട്സിലൊക്കെ കൂടുതൽ വരുന്ന ശബ്ദം എന്താണ് നമുക്ക് ചെവിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് പല എഫക്ട്സ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് സൗണ്ട് പൊല്യൂഷൻ സംഭവിക്കുന്നത്? വെഹിക്കിൾസ്, വാഹനങ്ങളിൽ നിന്ന്, ലൗഡ് സ്പീക്കറിലെ ശബ്ദം, മാസ് മാസ് ശബ്ദങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന മെഷീൻസിന്റെ ഉപയോഗങ്ങളും അതിന്റെ ഉപകരണങ്ങളുടെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നതിന്റെ ശബ്ദങ്ങള്. ദെൻ ഡിഫൻസ് എക്യുപ്മെന്റ്സ്. ഡിഫൻസ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൻസ് എക്യുപ്മെന്റ് എന്താണെന്നറിയാമോ? ആർമിയിലൊക്കെ യൂസ് ചെയ്യുന്ന, ആർമിയില് യൂസ് ചെയ്യുന്ന എന്താണ്? ഹെലികോപ്റ്റർ അതിന്റെയൊക്കെ. മനസ്സിലായില്ലേ? എന്നിട്ട് പറഞ്ഞേ. ഹെലികോപ്റ്റർ അതിന്റെയൊക്കെ സൗണ്ട് ആണോ?
ഡിഫൻസ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പം ഹെലികോപ്റ്റേഴ്സ്, പ്ലെയിൻസ്, അതാണോ? ഗൺസ്, ഒന്നുകൂടി പറയോ? ഗൺസിന്റെ മിസൈല് അതൊക്കെയാണോ? നമ്മൾ ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതേപോലെ പറഞ്ഞ ഉപകരണങ്ങളെല്ലാം തന്നെ. ഇപ്പൊ ഹെലികോപ്റ്റേഴ്സിന്റെ ശബ്ദം നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? എപ്പോഴാണ് ബുദ്ധിമുട്ടാവുന്നത്? ഹെലികോപ്റ്റേഴ്സിന്റെ ശബ്ദം എപ്പോഴാണ് ബുദ്ധിമുട്ടാവുന്നത്? ബുദ്ധിമുട്ടാവാറുണ്ടോ? ഡിഫൻസ് എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സുകള്? ഹെൽമെറ്റ് ഒക്കെയാണോ? ഹെൽമെറ്റോ? അവര് വെക്കുന്ന പ്രൊട്ടക്റ്റീവ് ഹെൽമെറ്റ്, പിന്നെ ബോഡിയിലൊക്കെ ആ ഒരു യൂണിഫോമിലൊക്കെ അകത്ത്. നിങ്ങളൊന്നിങ്ങനെ കണക്ട് ചെയ്തൊക്കെ. നമ്മൾ സൗണ്ട് പൊല്യൂഷൻസിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വെഹിക്കിൾസിൽ നിന്നുണ്ടാകുന്നത്, ലൗഡ് സ്പീക്കറിൽ നിന്നുണ്ടാവുന്ന ശബ്ദങ്ങള്, മാസ് മീഡിയയിലെ ശബ്ദങ്ങള്, ഇൻഡസ്ട്രീസിൽ നിന്നുണ്ടാവുന്ന ശബ്ദങ്ങള്, ഡിഫൻസ് എക്യുപ്മെന്റിൽ നിന്നുണ്ടാവുന്ന ശബ്ദങ്ങൾ. അപ്പൊ ഡിഫൻസ് എക്യുപ്മെന്റ് എന്തായിരിക്കും? അപ്പൊ ഈ ഇത് ബോംബൊക്കെ പൊട്ടുന്നത് ബോംബ് പൊട്ടുന്നത് എന്തായിരിക്കും ഡിഫൻസ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സുകള്? യുദ്ധമായിട്ട് റിലേറ്റഡ് ആയിട്ട് യുദ്ധം റിലേറ്റഡ് ആയിട്ട് വരുന്ന. ഓക്കെ, അങ്ങനെ പറയാം. നല്ല ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? വെപ്പൺസ് ആണോ? വെപ്പൺസ് എന്ന് പറയുമ്പോൾ അതിൽ ഗൺ ഉൾപ്പെടില്ലേ? അമിതമായിട്ട് ഇപ്പൊ തോക്കുകൾ അല്ലെങ്കിൽ അമിതമായി ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ ബോംബിന്റെ കാര്യം പറഞ്ഞു തോന്നുന്നു അല്ലെ? ഡിഫൻസ് എക്യുപ്മെന്റ്സിൽ അത് പറഞ്ഞു അല്ലെ? ആരാണ് പറഞ്ഞത് നോ ബോംബ്? ശരിയാണ്. ഈ ബോംബിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ വെടിയുണ്ടകള് അല്ലെങ്കിൽ നമ്മുടെ തോക്കിൽ നിന്നുണ്ടാകുന്ന ഡിഫൻസ് ഉണ്ടാകുന്ന ഉപകരണങ്ങൾ, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന എന്തിൽ നിന്നും എന്താണ് പ്രത്യേകിച്ച് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്തുള്ള ശബ്ദങ്ങളെ അപ്പോഴാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് പൊല്യൂഷൻസ് നടക്കുന്നത്. കാരണം ഇവിടെ ഒത്തിരി ഉപകരണങ്ങൾ, വെപ്പൺസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ? ആ വെപ്പൺസ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് കൂടുതലുള്ള തരത്തിലുള്ള ശബ്ദങ്ങളാണ് പുറപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ തന്നെ എന്താണ് സൗണ്ട് പൊല്യൂഷൻസിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ കാരണങ്ങൾ മൂലം എന്തെല്ലാം പരിണിത ഫലങ്ങളാണ്, എന്തെല്ലാം കോൺസിക്വൻസസ് ആണ് നമ്മൾ സൗണ്ട് പൊല്യൂഷൻ മൂലം ഉണ്ടാവുന്നത്? ഒന്ന് ഡിയർനെസ്. ഡിയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയർനെസ് എന്താ? കേൾവി ശക്തിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കോ? സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത് കേൾവി ശക്തിക്ക്? കേൾവിക്കുറവ് സംഭവിക്കാം അല്ലെ? അമിതമായിട്ട് ശബ്ദം മൂലം എന്താണ് നമ്മുടെ ചെവിക്ക് എന്താണ് കേൾവിക്ക് തടസ്സങ്ങൾ സംഭവിച്ചേക്കാം. പ്രത്യേകിച്ച് പ്രഗ്നന്റ് വുമണിനെ അഫക്ട് ചെയ്യാം. നമ്മൾ പറയാറില്ലേ, ഇപ്പൊ വെടി പൊട്ടുന്ന ശബ്ദമൊക്കെ പ്രഗ്നന്റ് വുമൺസ് ബുദ്ധിമുട്ടാണ് അല്ലെ? അങ്ങനെയുള്ള ഉത്സവങ്ങളൊക്കെ പോകാനൊന്നും പറയാറുണ്ട് നമ്മൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ നമ്മൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്താണ് അവർ അമിതമായിട്ട് കിട്ടുന്നത് പോലെ അത് കുഞ്ഞിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ അപകടം സംഭവിക്കാം അമിതമായിട്ടുള്ള ശബ്ദം മൂലം. ഓക്കെ, ഫെസ്റ്റിവൽസ് മാത്രമുള്ള മറ്റു പ്രോഗ്രാം, അമിത ശബ്ദം വരുന്ന എന്ത് പ്രോഗ്രാംസിനും അവർ പങ്കെടുക്കരുതെന്ന് പറയും അല്ലെ? ദെൻ എഫക്ട് ഓൺ നെർവസ് സിസ്റ്റം. ഇത്തരം സൗണ്ട് പൊല്യൂഷൻ മൂലം നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ കേന്ദ്ര നാഡീയ വ്യവസ്ഥയെ തന്നെ എന്താണ് ഇത് ബാധിക്കുന്നുണ്ട് അല്ലെ? നെർവസ് സിസ്റ്റത്തിന് തകരാറിലാക്കാനായിട്ടും സൗണ്ട് പൊല്യൂഷൻ കാരണമായേക്കാം. Then efficiency of individuals. എന്താണ് efficiency of individuals എന്ന് പറയുന്നത്? എന്ത് നഷ്ടം വരാം? ഓരോ വ്യക്തിയെയും എന്താണ് ഇത് പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ പറ്റുന്ന ഒരു പൊല്യൂഷൻ ആണ് ഇത് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഇല്ലാണ്ടാക്കാനായിട്ട് എന്തിനു സാധിക്കും? സൗണ്ട് പൊല്യൂഷന് കാരണമായേക്കാം. ഓക്കെ, ഈ കോൺസിക്വൻസസും ഈ ഇതിലെ സൗണ്ട് പൊല്യൂഷന്റെ കോൺസിക്വൻസസ് മാത്രം പഠിച്ചാൽ മതി, ഇതിന്റെ കാരണങ്ങൾ പഠിക്കണ്ട കേട്ടോ. കോൺസിക്വൻസസ് ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളത്, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കോൺസിക്വൻസസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ: Dearness, effect on pregnant woman, effect on nervous system, efficiency of individuals. Okay. Clear ആണോ? Yes, ma'am. ഹിയറിംഗ് എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഹെൽത്ത് കോൺസിക്വൻസ്, ആരോഗ്യപരമായിട്ട് സംഭവിക്കുന്ന അഫക്റ്റുകളാണ് കൂടുതലും സൗണ്ട് പൊല്യൂഷൻസിൽ സംഭവിക്കുന്നത് കേട്ടോ. ദെൻ അതേപോലെ തന്നെ എന്താണ് നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഇപ്പൊ എന്താ പറയാ, നെർവസ് സിസ്റ്റത്തിൽ എങ്ങനെയുള്ള തകരാറ് ആയിരിക്കും സംഭവിക്കുന്നത്? അമിത ശബ്ദം മൂലം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് എന്ത് സംഭവിക്കുന്നു?
എന്തായിരിക്കും സംഭവിക്കുന്നത്? അങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്, റിലീഫ്, ആൻസൈറ്റീസ് ഒക്കെ രൂപപ്പെടുന്നത്. അതെല്ലാം നെർവസ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് അല്ലേ? അമിതമായിട്ടുള്ള ശബ്ദം നമുക്ക് ആലോചിച്ച് വെക്കാം. അമിത ശബ്ദം നമ്മുടെ ചെവിട്ടിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തല പെരിക്കുന്ന പോലെ സിറ്റുവേഷൻ ഉണ്ടാവാറില്ലേ? തല പെരിക്കാറില്ലേ? ഓക്കെ, അപ്പോ നാഡീ വ്യവസ്ഥയിൽ പെടുന്ന എല്ലാ ഫങ്ഷൻസിനെയും എന്താണ് ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യാം. ചിലപ്പോൾ കുട്ടികൾക്കൊന്നും എന്താണ് അമിത ശബ്ദം താങ്ങാൻ സാധിച്ചിട്ടുണ്ട്. വയോജനങ്ങൾ, അമിതമായ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് നെർവസ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ അവരുടെ കണ്ടീഷൻസ് മോശമാക്കാനായിട്ട് ചിലപ്പോൾ എന്താണ് അമിത ശബ്ദത്തിന് കാരണമായത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റേഡിയേഷൻ പൊല്യൂഷൻ ആണ്. റേഡിയേഷൻ പൊല്യൂഷൻ കാണുന്നുണ്ടോ? റേഡിയേഷൻ പൊല്യൂഷൻ എവിടെ നിന്നൊക്കെയാണ് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാവുന്നത്? radioactive materials എന്നാണ് അല്ലെ. Radioactive materials are most toxic and compared to organic poisons. Nuclear war materials, explosions, working of power plants and use of radioisotopes in medicines. Industrial research are the main source of radioactive pollution that could threaten to the quality of the environment. അപ്പൊ നമ്മള് പല പരീക്ഷണങ്ങൾക്കും പല രീതിയിലുള്ള ആവശ്യകതകൾക്കും നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പർപ്പസസിനും അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള പർപ്പസസിനൊക്കെ എന്താണ് നമ്മള് മെഡിസിൻസിന് വേണ്ടി റേഡിയോ ടോപ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വാർ മെറ്റീരിയൽസ് ഒക്കെ തയ്യാറാക്കുന്നതിനൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റിസർച്ച് പർപ്പസസിനൊക്കെ എന്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഉപയോഗിക്കുന്നത് മൂലം റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ നമ്മുടെ ഭൂമിയിൽ നടത്തപ്പെടുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ പ്രധാനമായിട്ടും അതിന്റെ കോസ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സിലൂടെയും ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയാണ് എന്ത് റേഡിയേഷൻ പൊല്യൂഷൻ സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് നാച്ചുറൽ പ്രോസസ്. നാച്ചുറൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് കോസസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ? നാച്ചുറൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഭൂമിയിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പല പർപ്പസസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത് മൂലം എന്താണ് അതിൽ നിന്ന് എന്താണ് പൊല്യൂഷൻസ് സംഭവിക്കുന്നത്. നാച്ചുറൽ പ്രോസസ്സിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ എന്താണ് ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെ. ഹ്യൂമൻ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ എന്താണ് നമ്മളിപ്പോ പല ഇൻഡസ്ട്രി, പല പവർ പ്ലാന്റ് ഒക്കെ ഇല്ലേ, പവർ പ്ലാന്റ്സിൽ കണ്ടിട്ടില്ലേ നിങ്ങള്? റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ ഉപയോഗിച്ച് നടത്തപ്പെടുന്ന കുറെ ഇൻഡസ്ട്രീസുകൾ, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്ന മെറ്റീരിയൽസ് പോലും അല്ലെ, അതെല്ലാം മനുഷ്യന്റെ അടുത്ത് ഇടപെടൽ മൂലം അതിനെ പ്രകൃതിനെ പ്രൊട്ടക്ട് ചെയ്യാത്ത മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് മൂലം എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് വരികയും ഇത് പല രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പവർ പ്ലാന്റിൽ ഉണ്ടാകുന്ന ലീക്കേജസ് മൂലം, ഈ ലീക്കേജസ് മൂലം എന്താ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പുറന്തള്ളപ്പെടുന്നത്. അത് നമ്മുടെ മനുഷ്യന് പ്രകൃതിക്കും ഒരേപോലെ തന്നെ ഭീഷണിയായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം കോൺസിക്വൻസസ് സംഭവിക്കുന്നുണ്ട് റേഡിയേഷൻ പൊല്യൂഷനിലൊന്ന് നാച്ചുറൽ പ്രോസസ്സിലൂടെ നാച്ചുറൽ പ്രോസസ്സിലൂടെയും ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയാണ് പ്രധാനമായിട്ടും റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. നമ്മള് ഇൻഡസ്ട്രിയൽ പ്രൊസീജിയേഴ്സിന് മെഡിക്കൽ റിസർച്ചസിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസിൽ നിന്ന് എന്താണ് ഈ തരംഗങ്ങൾ പുറന്തള്ളപ്പെടുന്നതിനനുസരിച്ചിട്ട് റേഡിയേഷൻ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട കോസ് എന്തൊക്കെയാണ്? നാച്ചുറൽ പ്രോസസ്സിലൂടെയും ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയാണ് റേഡിയേഷൻ പൊല്യൂഷൻ സംഭവിക്കുന്നത്. കോസസ് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി ഇതിന്റെ കോൺസിക്വൻസസ് എന്താണ്? ഈ റേഡിയേഷൻ പൊല്യൂഷൻ മൂലമുള്ള കോൺസിക്വൻസസ് എന്താണ്? ആക്റ്റീവ് എഫക്ട്സ് നടക്കുന്നുണ്ട്, ലേറ്റ് എഫക്ട്സ് നടക്കുന്നുണ്ട്. ആക്റ്റീവ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്റ്റീവ് എഫക്ട്സുകൾ എന്ന് പറയുന്നത് ഷോർട്ട് ടേം എഫക്ട്സ് ആണ്. ആക്റ്റീവ് എഫക്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് റേഡിയേഷൻ ഏറ്റത് മൂലം നമുക്ക് അപ്പൊ സംഭവിക്കുന്ന എഫക്ട്സുകളാണ്. അത് ഷോർട്ട് പീരീഡിൽ മാത്രം നമ്മുടെ ശരീരത്തിന് അത് ഏൽക്കുന്നു. എങ്ങനെയൊക്കെയാണ്? നമ്മുടെ സ്കിൻ ബേണിങ് അല്ലെങ്കിൽ വോമിറ്റിംഗ് അല്ലെ. നമുക്കിപ്പോ ഒരു റേഡിയേഷന്റെ സ്ഥലത്ത് നമ്മൾ ഒരു എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ മറ്റേതിൽ പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ചിലർക്ക് എന്താണ് പെട്ടെന്ന് വരുന്ന ടെൻഡൻസിയാണ് ഓപ്കാനം വരെ അല്ലെ, ഛർദ്ദിക്കാനായിട്ട് തോന്നും അല്ലെ. ഛർദിലല്ല, പക്ഷെ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി രൂപപ്പെടും. സ്കിന്നിന് ഇറിറ്റേഷൻസ് സംഭവിക്കാറുണ്ട്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നു. ഇതെല്ലാം ആക്റ്റീവ് എഫക്ട്സിൽ വരുന്നതാണ്. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ മൂലം, റേഡിയോ പൊല്യൂഷൻ മൂലം സംഭവിക്കുന്ന ഫസ്റ്റ് ആക്റ്റീവ് എഫക്ട്സ് ആണ് നമുക്ക് പെട്ടെന്ന് ഏൽക്കുന്ന ഷോർട്ട് ടേം എഫക്റ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലേറ്റ് എഫക്ട്സ് ആണ്. ലേറ്റ് എഫക്ട്സ് നമ്മൾ എത്ര നാൾ നീണ്ടു നിൽക്കുന്നതായിരിക്കാം? ലോങ് ടേം നീണ്ടു നിൽക്കുന്നതായിരിക്കും അല്ലെ. അതായത് എങ്ങനെയുള്ള എഫക്റ്റ് ആയിരിക്കാം? മെയിൻ ആയിട്ട് നമുക്കറിയാലോ ലോങ് ടേം എഫക്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ക്യാൻസർ പോലുള്ള രോഗങ്ങൾ സംഭവിക്കില്ലേ റേഡിയേഷൻ എനർജി മൂലം? സംഭവിക്കോ? യെസ്, ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമായേക്കാം. പിന്നെ എന്താണ്? വളർച്ച മുരടിക്കാനായിട്ട് അല്ലെ, ഗ്രോത്ത് മുരടിച്ചു പോകാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. യെസ്, ഇപ്പൊ നമ്മള്
ഇൻഡസ്ട്രി ഏരിയാസിലൊക്കെ കഴിയുന്ന ആൾക്കാരുടെ അവസ്ഥ വന്നിട്ടില്ല. അവർക്ക് എപ്പോഴും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, പല അസുഖങ്ങളായിരിക്കും അല്ലെ. ഇവിടെ എറണാകുളം എന്ന് പറയുമ്പോൾ മഞ്ഞുമ്മൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അവിടെ ഭയങ്കര പുകപടലങ്ങൾ മൂലം അവർക്ക് എപ്പോഴും അസുഖമാണ്. നിങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ കണ്ടിട്ടില്ല? അത് ശരിക്കും മഞ്ഞുമ്മൽ എന്നൊരു സ്ഥലം ഇവിടെ ഉണ്ട്, തൊട്ടടുത്താണ് നമ്മളിവിടെ എറണാകുളത്ത്. അവിടെ എപ്പോഴും ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, എപ്പോഴും പുകപടലങ്ങളായിരിക്കുള്ളൂ. എപ്പോഴും റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ മൂലം അല്ലെങ്കിൽ വേസ്റ്റസ് മൂലം പല പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. റിയൽ സംഭവങ്ങളാണ് അതൊക്കെ. അപ്പൊ ലേറ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലും, ഇതൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. വളർച്ച മുരടിപ്പ് പോലുള്ള സിറ്റുവേഷൻസിലൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമൻസിനൊക്കെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ മനസ്സിലായോ എന്താണ് റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്? നമ്മൾ പല പർപ്പസസിന് വേണ്ടി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലമാണ് എന്താ റേഡിയേഷൻ പൊല്യൂഷൻ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് നാച്ചുറൽ പ്രോസസ്സിലൂടെ, ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെയാണ് പൊല്യൂഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇതുമൂലം രണ്ട് രീതിയിലുള്ള കോൺസിക്വൻസസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് ഷോർട്ട് ടേം കോൺസിക്വൻസസും ഒന്ന് ലോങ് ടേം കോൺസിക്വൻസസും. അതിൽ ആക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇത് കുറച്ച് സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന എഫക്ട്സുകളാണ് ആക്റ്റീവ് എഫക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് വോമിറ്റിങ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, സ്കിൻ ഇറിറ്റേഷൻ പോലുള്ളവ. ലേറ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടുന്നതാണ്. ഓക്കെ, ക്ലിയർ? യെസ്. നമ്മുടെ 4 പൊല്യൂഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ആൻഡ് എന്താണ് ലാൻഡ് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. ഇതിലെ കോസസും കോൺസിക്വൻസസും മാത്രം നിങ്ങൾ നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം എടുത്തോട്ടെ. ഇനി കുറച്ച് ആക്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ്, ഇത് പേരുകളാണ്. ഇത് ഒരു 4 ഉണ്ട്. ആ 4 നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് വൺ എന്താണ്? വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ. വെള്ളത്തിന്റെ സംരക്ഷണവും പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ട് ആണ് എന്ത്? വാട്ടർ ആക്ട് 1974. ആ ഇയറും ഓർത്ത് വെക്കണം കേട്ടോ. ദ വാട്ടർ ആക്ട് എപ്പോഴാണ്? 1974ലാണ്. ദെൻ ദ എയർ ആക്ട്, ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ. നമ്മുടെ പരിസ്ഥിതി, അതായത് വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇത് ഏത് വർഷമാണ്? 1981ലാണ് കേട്ടോ. 1981ലാണ് ഈ ഒരു ആക്ട് വരുന്നത്. നെക്സ്റ്റ് ദ എൻവിയോൺമെന്റൽ ആക്ട്, അല്ലെങ്കിൽ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ട് ആണ് എന്ത്? 1986. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസുമാണ് എന്തിൽ വരുന്നത്? 1986ലെ എൻവിയോൺമെന്റൽ ആക്ടില് ഉൾപ്പെടുന്നത്. ദെൻ ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രത്യേകിച്ച് എന്താണ്? എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? മോട്ടോർ വെഹിക്കിൾസിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പൊ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന, നമ്മൾ വാഹനങ്ങളുടെ പുക പരിശോധന നടത്താറില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? വാഹന പുക പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം 1988ലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവിടെ സംരക്ഷിക്കേണ്ട മാനദണ്ഡങ്ങളും റെഗുലേഷൻസും ആണ്, നിയമാവലികളുമാണ് എന്തിൽ വരുന്നത്? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ആക്ടുകളാണ് നോക്കിയല്ലേ. അപ്പൊ നിങ്ങളത് അതിന്റെ പേരും വർഷവും നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കാം കേട്ടോ. യെസ്, ക്ലിയർ ആണോ അത്? അതെ മാം. യെസ്. നെക്സ്റ്റ് വൺ, മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ്. നമ്മുടെ ആഗോളപരമായിട്ട് നമ്മൾ നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. എപ്പോഴെങ്കിലും ബ്രേക്ക് വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ്. Of the existing environment threats, the following are the major ones. നമ്മുടെ പരിസ്ഥിതി ആഗോളപരമായിട്ടുള്ള പല രീതിയിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട് അല്ലെ. ഒന്ന് ഓസോണിന്റെ തകരാറ്, നമ്മുടെ ഹരിതഗൃഹ പ്രവാഹം, കാടുകൾ വെട്ടി നശിപ്പിക്കുന്നത്, മണ്ണൊലിപ്പ്, അതുപോലെ പൊല്യൂഷൻ, ആസിഡ് മഴ സംഭവിക്കുന്നത്, ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്, പല രീതി ഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ ഭൂഗർഭജലം മോശമാകുന്നത്, പിന്നെന്താണ് അങ്ങനെ ഒത്തിരി ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് നമ്മുടെ ഭൂമി നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞോ. ഓക്കെ, ഒരു 5 മിനിറ്റ് ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. എനിക്ക് ഇത് 5ാമത്തെ ക്ലാസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരിക്കുന്നത്.
ഓക്കെ, ആദ്യത്തെ എന്താണ്? ആദ്യത്തെ ആഗോള ഭീഷണി എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഭീഷണി ഒന്നാണെന്ത്? ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ അല്ലെ, ഓസോൺ ലെയറിന്റെ ശോഷണം സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഓസോൺ പാളി കുറയുന്നുണ്ട് അല്ലെ, അതായത് നമ്മളുടെ സൂര്യന്റെ ഹാനികരമായിട്ടുള്ള UV റൈറ്റ്സ് മൂലമാണ്, UV കിരണങ്ങൾ മൂലം ഭൂമിയിലേക്ക് കൂടുതലായി എത്തുന്നത് മൂലമാണ് എന്ത്? ഓസോൺ പാളിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് അല്ലെ. അതായത് അൾട്രാ വയലറ്റ് കിരണങ്ങളാണല്ലോ, UV കിരണങ്ങൾ പഠിച്ചിട്ടില്ലേ, UV റേറ്റ്സ് പഠിച്ചിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. UV റേറ്റ്സുകൾ ഭൂമിയിൽ അമിതമായിട്ട് പതിക്കുന്നത് മൂലമാണ് എന്ത്? ഓസോൺ ലെയറിന്റെ ശോഷണം സംഭവിക്കുന്നത്. അത് പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതലുള്ള എഫക്ട്സ് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വൺ? അടുത്തൊരു എഫക്റ്റ് ആണ് ഗ്രീൻ ഹൗസ് എഫക്ട് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഇത് പഠിച്ചിട്ടുണ്ടാവല്ലോ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ്? ഹരിതഗൃഹഭാവവും അതേപോലെ തന്നെ ആഗോള താപനവും അല്ലെ, ഗ്ലോബൽ വാർമിംഗ്. ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാനല്ലേ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചിട്ട്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഭൂമിക്ക് ചൂട്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സംഭവിക്കുന്നില്ല, ഭൂമിയിൽ അമിതമായിട്ട് ചൂട് നിലനിൽക്കുന്നത് മൂലമാണ് ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാവുന്നത് അല്ലെ. അതായത് കാലാവസ്ഥ വ്യതിയാനമാണ് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. ആഗോളമായിട്ട് എന്താണ്? ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്നത് പോലെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത് അല്ലെ. അതായത് അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ, ഈ ഗ്ലോബൽ വാർമിംഗ്, ഭൂമിയിൽ ചൂട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ക്ലൈമറ്റിന് പല വേരിയേഷൻസ് സംഭവിക്കാം അല്ലെ. അതായത് കാലാവസ്ഥ വ്യതിയാനത്തിന് ഇത് കാരണമാകുന്നു, അത് പരിസ്ഥിതിയുടെ ഏറ്റവും വലിയൊരു തകർച്ചയിലേക്ക് നയിക്കുന്നു. അതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാവണില്ലേ? നെക്സ്റ്റ് എഫക്ട് എന്താണ്? ഡീഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, ഡീസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട്. എന്താ പറയുന്നത്? വനനശീകരണം, മണ്ണൊലിപ്പ്, മരുഭൂമീകരണം, വരൾച്ച അല്ലെ. ഇത് മൂലം അതൊരു വലിയൊരു ഭീഷണി തന്നെയല്ലേ. നമ്മുടെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് മൂലമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? വനനശീകരണം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മണ്ണിന്റെ മേൽഭാഗം ഒലിച്ചു പോകുന്നത് മൂലമാണ് മണ്ണൊലിപ്പ് സംഭവിക്കുന്നത് അല്ലെ. മണ്ണിന്റെ മേൽഭാഗം ഒലിച്ചു പോയിട്ടാണ് എന്ത്? സോയിൽ ഇറോഷൻ സംഭവിക്കുന്നത്. ഡീസർട്ടിഫിക്കേഷൻ എന്താണ്? ഈ വനങ്ങൾ നശിച്ച് നമ്മുടെ ഭൂമിയെ എന്താക്കിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഒരു മരുഭൂമി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മരുഭൂമി വൽക്കരണമാണ് സംഭവിക്കുന്നത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് മൂലം എന്താണ്? പ്രകൃതിയിൽ മരങ്ങൾ ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ എന്താണ്? മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വരൾച്ച ഉണ്ടാവുകയാണ് അല്ലെ. അതായത് നമുക്ക് ഈ വനങ്ങൾ നശിക്കുന്നതിനനുസരിച്ച് മഴ ലഭ്യത കുറയുന്നു, മഴ ലഭ്യത കുറയുന്നതിനനുസരിച്ച് വരൾച്ചയ്ക്ക് അത് കാരണമായേക്കാം. ഓക്കെ, അപ്പൊ വനനശീകരണം, സോയിൽ ഇറോഷൻ, ഡീസർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതും ഡ്രോട്ട് എന്ന് പറയുന്നതും ഒരു ഗ്ലോബൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ത്രെട്ട് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സോയിൽ, സൗണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച പൊല്യൂഷൻസ്, ഈ പറഞ്ഞ 4 പൊല്യൂഷൻസ് എന്താണ്? പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ മുഴുവനും വരുന്നത് അല്ലെ. പ്രത്യേകിച്ച് മനുഷ്യനാണ് പ്രകൃതിയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ജീവി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് പ്രസിപ്പിറ്റേഷൻ, ആസിഡ് റെയിൻ, ആസിഡ് മഴ, അമ്ലമഴ എന്നൊക്കെ പഠിച്ചു കേട്ടിട്ടുണ്ടോ നിങ്ങളെ? പണ്ട് അമ്ലമഴയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഈ പൊല്യൂഷൻസിൽ നിന്നൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ അമ്ലമഴ സംഭവിക്കുന്ന ആസിഡ് പ്രസിപ്പിറ്റേഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഈ മലിനീകരണങ്ങളിലൂടെ പല വാതകങ്ങൾ പുറപ്പെടുന്നുണ്ട് അല്ലെ, പല രീതിയിലുള്ള ഗ്യാസുകളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഗ്യാസുകളൊക്കെ എന്താണ്? ഈ മഴവെള്ളവുമായി കൂടിച്ചേർന്ന് എന്താണ്? ആസിഡിന്റെ സ്വഭാവമുള്ള രീതിയിലുള്ള മഴയായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ആസിഡ് പ്രസിപ്പിറ്റേഷൻ, ആസിഡ് റെയിൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ഭൂമിയിൽ പതിക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിനും ജലത്തിനും ഒരേപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു? ദോഷകരമാണ്. ഭൂമിയിലേക്ക് പതിക്കുന്നത് മൂലം മണ്ണിനും ജലത്തിനും ഒരേപോലെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് മലിനമാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഭൂമിയില് നമ്മൾ ഈ മനുഷ്യർ പുറന്തള്ളപ്പെടുന്ന, അല്ലെങ്കിൽ ഈ വ്യവസായശാലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനീകരണമായ വാതകങ്ങൾ മൂലം മഴയുമായത് കൂടിച്ചേർന്ന് താഴെ എത്തുമ്പോൾ എന്താണ്? അത് മഴ ആസിഡ് ആയിട്ട് മാറുന്നു. ഇത് മണ്ണിനും ജലത്തിനും ഒരേപോലെ തന്നെ ഹാനികരമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ടോക്സിക് വേസ്റ്റ് ഡിസ്പോസൽ. ടോക്സിക് വേസ്റ്റ് എന്താണ്? ടോക്സിക് വേസ്റ്റുകള് വിഷമാലിന്യങ്ങൾ അല്ലെ. വിഷമാലിന്യങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല ഡിസ്പോസ് ചെയ്തെങ്കിൽ അത് അടിഞ്ഞുകൂടി എന്താണ്? അതിലും വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതായത് വിഷമയമുള്ള മാലിന്യങ്ങൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഡിസ്പോസൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നിർമ്മാർജ്ജനം ചെയ്തില്ലെങ്കിൽ അതെന്താണ്? പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ തന്നെ എന്താണ്? കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റിസോഴ്സ് ഡിഫ്ലേഷൻ.
റിസോഴ്സ് ഡിഫ്ലേഷൻ. എന്താണ്? പ്രകൃതി വിഭവങ്ങളുടെ കുറവ് സംഭവിക്കുന്നു. അതായത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് വിഭവങ്ങളുണ്ട്, ഇതൊക്കെ എന്താണ് ഇല്ലാണ്ടാവുകയാണ് അല്ലെ. അതിലൊന്നാണ് എന്ത്? ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്? ഗ്രൗണ്ട് വാട്ടർ ഭൂഗർഭജലം. ദിവ്യനാണോ ഞാൻ വൈവ് ചെയ്തത്? ആണോ? അതെ അതെ. ഈ പ്രൊഫൈൽ പിക്ചർ കണ്ടതുപോലെ തോന്നിയത് വിശേഷം. ഡിഫ്ലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഭൂഗർഭജലം നശിക്കുന്നതാണ്, ഭൂഗർഭജലം കുറയുന്നു, മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് ഇതൊക്കെ ഇല്ലാണ്ടാവുന്നത് അല്ലെ. അതേപോലെ ഡിഫ്ലേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി? ജൈവ വൈവിധ്യം ഇല്ലാണ്ടാകുന്നു അല്ലെ, ജൈവ വൈവിധ്യം കുറയുന്നു. ഓക്കെ. ഡിഫ്ലേഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി. ഡിഫ്ലേഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി. ജനറ്റിക് വേരിയബിലിറ്റി എന്താണ്? നമ്മുടെ ജനിതക വൈവിധ്യത്തിന് അത് അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ജനിതക വൈവിധ്യം കുറയപ്പെടുന്നു. ഓക്കെ. ദെൻ ഡിഫ്ലേഷൻ ഓഫ് ഓഷൻ ബെഡ് റിസോഴ്സസ്. ഡിഫ്ലേഷൻ ഓഫ് ഓഷൻ ബെഡ് റിസോഴ്സസ്. ഓഷൻ ബെഡ് റിസോഴ്സസ് എന്തൊക്കെയാണ്? നമ്മുടെ സമുദ്ര വിഭവങ്ങളാണ് അല്ലെ. നമ്മളുടെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വിഭവമാണ് സമുദ്രം, ഓഷൻ ബെഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അവിടെ അനാശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം എന്താണ്? സമുദ്ര വിഭവങ്ങള് അമിതമായി ഉപയോഗിക്കുന്നത് മൂലം സമുദ്ര വിഭവങ്ങൾ ഇല്ലാണ്ടാവുകയാണ് അല്ലെ. യെസ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഡിഫ്ലേഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഡിഫ്ലേഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നമുക്ക് പുതുക്കാൻ കഴിയാത്ത വിഭവങ്ങള്, അതായത് കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ കുറയുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ റിസോഴ്സിനും എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിഫ്ലേഷൻ. റിസോഴ്സുകൾ കുറയാണ്, ഭൂഗർഭജലം കുറയുന്നു, അതോടൊപ്പം തന്നെ എന്താണ്? ജൈവ വൈവിധ്യം ഇല്ലാണ്ടാകുന്നു, ജനിത വൈവിധ്യം നഷ്ടപ്പെടുന്നു, സമുദ്രജലത്തിൽ വിഭവങ്ങൾ ഇല്ലാതാകുന്നു, അതോടൊപ്പം തന്നെ എന്താണ്? പുതുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഭവങ്ങൾ ഉത്ഭവിക്കാനായിട്ട് കഴിയാൻ സാധിക്കാതെ വരുന്നു. ഇതെല്ലാം തന്നെ എൻവയോൺമെന്റൽ പ്രധാനപ്പെട്ട മേജർ ത്രെഡ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. റിസോഴ്സുകൾ ഇല്ലാണ്ടാവുന്ന, വിഭവങ്ങൾ കുറയുന്നു. ഓക്കെ. മനസ്സിലായത് പറഞ്ഞത്? റിസോഴ്സ് ഡിഫ്ലേഷൻ. നെക്സ്റ്റ് വൺ, എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽ. നമുക്ക് ഊർജ്ജ പ്രതിസന്ധി നേരിടേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. ഊർജ്ജ പ്രതിസന്ധി അല്ലെ. ഊർജ്ജ പ്രതിസന്ധി അഥവാ എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എനർജി ഉണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം കുറയാണ് അല്ലെ. ഊർജ്ജം ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കുറയുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്? അതിന്റെ ക്രൈസിസ് ഉണ്ടാവും അല്ലെ. അതായത് ആണവോർജ്ജം, റേഡിയേഷൻ, കൃത്രിമ ഇന്ധനം എന്നിവയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുന്നു. റേഡിയേഷൻ മൂലം, അതുപോലെ സിന്തറ്റിക് ഫ്യൂവൽ മൂലം, അതായത് കൃത്രിമ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഭൂമിക്കും മനുഷ്യനും ഒരേപോലെ തന്നെ എന്താണ്? അഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം ഉണ്ടാക്കാനുള്ള വിഭവങ്ങൾ ഇല്ലാണ്ടാവുന്നത് മൂലമാണ് ഇത്തരം ക്രൈസിസ് സംഭവിക്കുന്നത്. അപ്പം അതിനു വേണ്ടി പകരം ഉപയോഗിക്കുന്ന വിഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാകുന്നു കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആം റേസ്. ബയോളജിക്കൽ വെപ്പൺ റിസർച്ച് ആൻഡ് ന്യൂക്ലിയർ ആം റേസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബയോളജിക്കൽ വെപ്പൺസിനെ കുറിച്ചിട്ട്? അപകടകരമായിട്ടുള്ള പല ജൈവ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താണ്? പല രീതിയിൽ അപകടകരമായിട്ടുള്ള ജൈവ ആയുധങ്ങളും ആണവോർജ്ജങ്ങളും ഒക്കെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇത് വികസിപ്പിക്കുന്നതിനനുസരിച്ച് മനുഷ്യനും പരിസ്ഥിതിക്കും എന്താണ്? പല ആഫ്റ്റർ എഫക്ട്സ് ഇതുപോലെ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതും ഒരു ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെഡ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ബയോളജിക്കൽ വെപ്പൺസ് മൂലം എന്താണ്? പ്രകൃതിക്കും മനുഷ്യനും ഒരേപോലെ എഫക്ട്സ് സംഭവിക്കുന്നു. ഓക്കെ. Next one, conquering of the outer space. Conquering of the outer space എന്ന് പറഞ്ഞാല് നമ്മുടെ ബഹിരാകാശത്തെ കീഴടക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ബഹിരാകാശത്തെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് സ്പേസിൽ നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് അല്ലെ. സ്പേസിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? സ്പേസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ പല കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുണ്ട്. പല റോക്കറ്റ്സുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രൊസീജിയേഴ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സ്പേസ് റിലേറ്റ് ചെയ്ത് വരുന്ന പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ഈ പല ആക്ടിവിറ്റീസ് മൂലം എന്താണ്? ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരു പേടകം അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും സ്പേസിൽ എന്തെങ്കിലും റിസർച്ച് പർപ്പസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു കാരണം, ഒരു എന്താ പറയാ, ഒരു റോക്കറ്റ് അതിലേക്ക് നിക്ഷേപിച്ചിട്ട് വിചാരിക്കാം. ഈ റോക്കറ്റ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ എത്തിച്ചേരണമെന്നില്ല അല്ലെ. എത്തിച്ചേരാതെ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയില്ലേ?
അവിടെ വെച്ച് എന്തെങ്കിലും ക്രഷ് സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഭൂമിയിലേക്ക് വന്ന് സ്പതിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് പതിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചിലപ്പോ അത് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഓഷ്യനാണെങ്കിലും ഇപ്പൊ ജീവനുള്ള പ്രദേശങ്ങളാണെങ്കിലും മനുഷ്യവാസമുള്ള പ്രദേശങ്ങളാണെങ്കിലും പോലും എന്താണ് അവിടെ അപകടം സംഭവിക്കുന്നു. സമുദ്രത്തിലാണെങ്കിലും എന്താണ് വെള്ളത്തിലാണ് സംഭവിക്കുന്നത് പോലെ അവിടുത്തെ ഉള്ള ജീവജാലങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് വീഴുകയാണെങ്കിൽ എന്താണ് പ്രകൃതിയിൽ ഇതിന്റെ പോലും ആഫ്റ്റർ എഫക്ട്സുകൾ സംഭവിക്കും. അതായത് ഈ റോക്കറ്റ്സുകളൊക്കെ താഴെ വന്ന് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ പല രീതിയിലൊരു ഒരു ഓവർ എക്സ്പ്ലോഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ പരിസ്ഥിതി തന്നെ അവിടെ മലിനമാകുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യർക്കും എന്താണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സുകൾ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് മെറ്റീരിയൽസ് താഴെ വന്ന് പതിക്കുകയാണെങ്കിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് താഴെ വന്ന് പതിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള രോഗങ്ങൾക്കും ഇത് കാരണമായേക്കാം. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പല ബുദ്ധിമുട്ടുകളും മനുഷ്യനും പ്രകൃതിയും ഒരേപോലെ തന്നെ അനുഭവിക്കേണ്ടി വന്നേ. ഓക്കെ, ഇപ്പൊ ബഹിരാകാശം നമ്മൾ നടത്തുന്ന അമിതമായിട്ടുള്ള ആക്ടിവിറ്റീസ് മൂലം അത് അവിടെ മാത്രമല്ല ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സുകൾ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സ് ആണ്. നമ്മൾ ആഗോളപരമായിട്ട് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന പ്രധാനപ്പെട്ട ഭീഷണികളാണ്. ഇതിന്റെ പേരുകൾ മാത്രം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും പഠിക്കേണ്ട. പേരുകൾ ഏതൊക്കെ ഭീഷണികളാണെന്ന് ഡിഫ്ലക്ഷൻ ഓസോൺ ലെയർ മുതൽ കോൺകറിംഗ് ഓഫ് ഔട്ടർ സ്പേസ് വരെ ഇതിന്റെ പേരുകൾ മാത്രം കുട്ടികളെ നിങ്ങൾ നോക്കാം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ശരി, ഇപ്പൊ ആ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. 10th ചാപ്റ്റർ. ഇതിൽ നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ നിലനിർത്തൽ ഇതിന്റെ സസ്റ്റൈനബിലിറ്റി എങ്ങനെയാണെന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഏതൊക്കെയാണ്. ഇവിടെ നമ്മൾ 4 ആക്ടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിന്റെ ആക്ടിന്റെ പേരും വർഷവും പഠിക്കാം. നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന ആഗോളപരമായിട്ടുള്ള ഭീഷണികൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ കുട്ടികളെ? എന്തെങ്കിലും സംശയം ഈ ക്ലാസ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ നോക്കാം. മീൻസ് റെക്കോർഡ് ക്ലാസ് കണ്ടു നോക്കാം. അല്ലെങ്കിൽ ടീച്ചർ ഇതിന്റെ നമ്മൾ എന്തായാലും റിവൈസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ടെൻഡൻസീസ് ഓഫ് മാൻ അല്ലെ? മൊഡ്യൂൾ 1 പാർട്ട് 3 9th ചാപ്റ്റർ. എല്ലാവരും എടുത്തേ. ടെൻഡൻസീസ് ഓഫ് മാൻ. പേജ് നമ്പർ പേജ് നമ്പർ 146. റെഡിയാക്കി വെച്ചേക്കണം. 146 ആണോ? യെസ് മാം. ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ എല്ലാം കഴിഞ്ഞു മാം. അതാണ് നമ്മുടെ അവസാന ചാപ്റ്റർ. പക്ഷെ എന്ത് രസമുള്ള ചാപ്റ്റർ ആയിരുന്നു അറിയോ? എടുക്കാൻ പറ്റാണ്ടായി. ടെൻഡൻസീസ് ഓഫ് മാൻ ആണ് കേട്ടോ. നമ്മുടെ മോണ്ടിസോറി. ആരാണ് മോണ്ടിസോറി? മാഡം മോണ്ടിസോറി. മരിയ മോണ്ടിസോറി അല്ലെ? അല്ലെങ്കിൽ മാഡം മോണ്ടിസോറി നമ്മൾ പറയാറുണ്ട് അല്ലെ? വല്ലാത്തൊരു വ്യക്തിത്വം തന്നെയാണല്ലേ. ആ ഒരു വ്യക്തി കാരണം ഈ ഒരു കോഴ്സ് ഇങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ? ഇങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാന്ന് ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തി കൂടിയാണ് മോണ്ടിസോറി എന്ന് പറയുന്നത് അല്ലെ? മോണ്ടിസോറി അഥവാ മരിയ മോണ്ടിസോറി. അപ്പൊ മരിയ മോണ്ടിസോറിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒരുപാട് പരീക്ഷണങ്ങൾ കുട്ടികളിലാണ് കൂടുതലും നോക്കിയത് അല്ലെ? അപ്പൊ അങ്ങനെ പല പരീക്ഷണങ്ങളുടെ ഒടുവിൽ ഈ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ടീച്ചർ പറയുന്നത്. മരിയ മോണ്ടിസോറി മനുഷ്യര് പല ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പൊ അതിനാൽ തന്നെ എന്താണ് കുട്ടികളിൽ തന്നെ അവര് കൂടുതൽ നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് മനുഷ്യന് 14 ടെൻഡൻസികൾ ഉണ്ടെന്ന് മോണ്ടിസോറി കണ്ടെത്തുകയുണ്ടായി. ഓക്കെ, മനുഷ്യന് 14 ടെൻഡൻസികൾ ഉണ്ടെന്നാണ് മോണ്ടിസോറി കണ്ടെത്തിയത്. കാരണം നിരന്തരമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് ഇമോഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവണതകൾ നമുക്ക്. ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ പ്രവണതകളാണ് അല്ലെ? 14 ടെൻഡൻസി ഉള്ള മനുഷ്യരാണ് നമ്മൾ. നമുക്ക് എല്ലാവർക്കും പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ. നമ്മുടെ ലൈഫ് റിലേറ്റഡ് ചെയ്ത് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ. ഏതൊക്കെയാണ് നമ്മുടെ 14 ടെൻഡൻസി എന്ന് പറയുന്നത്? എക്സ്പ്ലോറേഷൻ, റിപ്പീറ്റേഷൻ, ഓർഡർ, ഗ്രിഗേറിയസ്, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി, കാൽക്കുലേഷൻ, റിപ്പീറ്റേഷൻ, മാനിപ്പുലേഷൻ ആണ് കേട്ടോ. അവിടെ ഒരു മാനിപ്പുലേഷൻ ആണ്. റിപ്പീറ്റേഷൻ 2 പ്രാവശ്യം വരുന്നുണ്ട്.
അത് തിരുത്താം, മാനിപ്പുലേഷൻ ആക്കാം കേട്ടോ. എട്ടാമത്തത് മാനിപ്പുലേഷൻ മാറ്റാം. എട്ടാമത്തത് മാനിപ്പുലേഷൻ ആക്കാം. Then concentration, self-control, perfection, creativity, independence of work. ഇതാണ് മോണ്ടിസോറി കണ്ടെത്തിയ 14 യൂണിവേഴ്സൽ ടെൻഡൻസീസ് എന്ന് പറയുന്നത്. വളരെ ഒബ്സർവബിൾ ആയിട്ടുള്ള മെത്തേഡ്സിന് ശേഷമാണ്, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് മരിയ മോണ്ടിസോറി ഈ 14 ടെൻഡൻസികള് മനുഷ്യരിൽ കണ്ടെത്തിയത്. ഓക്കെ, ഇനി ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ പഠിക്കാനുള്ളത് ഈ ഓരോ ടെൻഡൻസികളും എന്താണെന്നുള്ളതാണ്. ഇനി നിങ്ങളോട് ആദ്യമേ പറഞ്ഞേക്കാം, നമ്മള് ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കടകട്ടിയായിട്ടുള്ള വാക്കുകളും അത്രയും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ കാര്യങ്ങളാണ്. ഒരുപാട് കൺജസ്റ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ. ഇവിടെ ഒരു ക്ലാസ്സിലും ഇതിന്റെ ഈ ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടില്ല. മീൻസ് ഇതെല്ലാം ബ്രീഫ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് ക്ലാസ്സുകൾ പോയിട്ടുള്ളത് കേട്ടോ. ഇതിന് മുന്നേ 8, 14, 16 ഒക്കെ ക്ലാസ്സസ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ടെൻഡൻസീസ് നമ്മൾ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടല്ല എടുത്തിരിക്കുന്നത്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. ഓരോ ടെൻഡൻസിയും എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്. ഇത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ 14 ടെൻഡൻസിയുടെ പേരുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കണം. ഇനി ഈ 14 ടെൻഡൻസി ഒരു പ്രവണത മറ്റൊരു പ്രവണതയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഇതൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ ടെൻഡൻസി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ എക്സ്പ്ലോറേഷൻ ആണ്. എന്താണ് കുട്ടികളെ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്? എക്സ്പ്ലോറേഷൻ ആണ് ഓർഡർ. എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ എന്താ? എക്സ്പ്ലോറേഷൻ പര്യവേഷണം, കണ്ടെത്താനുള്ളൊരു കഴിവ് അല്ലെ? ഇത് കുട്ടികൾക്കുണ്ടോ പര്യവേഷണം ചെയ്യാനായിട്ട്? പറയാമോ? ഹലോ, പോയെല്ലാവരും. എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കണമെങ്കിൽ ഒന്ന് കുടിച്ചിട്ട് വന്നോളൂ കേട്ടോ. ആണെങ്കിൽ കുടിച്ചിട്ട് വന്നോളൂ. ഒരു 2 മിനിറ്റ് ബ്രേക്ക് തരാം. മിസ് ഞാൻ ഇന്ന് ലീവ് ആവണേ, മോളെ കൊണ്ടുവരാൻ പോവാണ്ട്. പറ്റില്ല, പക്ഷേ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ, ഞാൻ അപ്പൊ തന്നെ വരും മാം. ഒരു 5 മിനിറ്റ് ഉള്ളൂ. കുഴപ്പമില്ല. ഓക്കെ, ശരി. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് തരാം കേട്ടോ. നിങ്ങൾ വെള്ളം എന്തെങ്കിലും കുടിക്കണേ കുടിച്ചിട്ട് വന്നു. ശരി.
എല്ലാവരും വന്നിട്ടുണ്ടോ? ക്ലാസ്സിലുണ്ടോ? സിന്ധു ഉണ്ട്. സിന്ധു ബൈജു PG ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട് മാം, ഉണ്ട്. 80 ആളാണല്ലോ. ഞാൻ 90-ലെ 20-ലെ കുട്ടിയാണെന്ന് വിചാരിച്ചേട്ടോ. 19-ലാണ്. 19. 90-ലാണോ? അതെ. ഓക്കെ. ആ, താങ്ക് യു. ബാക്കി എല്ലാവരും ഉണ്ടോ? ബിസ്മിയ ഉണ്ട് മാം. അലിയ ഓക്കെ. നമുക്ക് ഓരോ ടെൻഡൻസി എന്താണെന്ന് പഠിക്കാം കേട്ടോ. ആദ്യത്തേത് എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ ആണ് കേട്ടോ. എന്തായിരിക്കും എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്? പര്യവേഷണം ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി. നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ആഗ്രഹമില്ലേ? നമ്മുടെ ആദിമ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദിമ മനുഷ്യന് എക്സ്പ്ലോറേഷൻ എന്നൊരു ടെൻഡൻസി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ആദിമ മനുഷ്യൻ ആദ്യം എന്താ കണ്ടുപിടിച്ചത്? ആദ്യം കണ്ടുപിടിച്ചത് എന്താണ്? തീ കണ്ടുപിടിച്ചു. പിന്നെ ചിത്രം കണ്ടുപിടിച്ചു അല്ലെ? അവർക്ക് എന്താണ് അവിടെ സംഭവിച്ചത്? എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയാണ് ഉണ്ടായത് അല്ലെ? വീണ്ടും വീണ്ടും അത് കണ്ടുപിടിക്കാനായിട്ട് അവർ ആദ്യം എന്താണ് അലഞ്ഞു തിരിഞ്ഞ നൊമാഡിക് ലൈഫായിരുന്നു അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ? ഒരു മിനിറ്റ്. നൊമാഡിക് ലൈഫ്, അലഞ്ഞു തിരിഞ്ഞ ലൈഫിൽ നിന്നും എന്താണ് പിന്നീട് ഒരു സ്ഥലത്ത് അവർക്ക് പല സാധനങ്ങളും കണ്ടുപിടിച്ചു. ആദ്യം അവരെന്താണ് തീ കണ്ടുപിടിച്ചു, പിന്നെ ഭക്ഷണം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അങ്ങനെ എന്താണ് പല കണ്ടുപിടുത്തങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ടെൻഡൻസി ഉണ്ടായതുകൊണ്ടാണ്? എക്സ്പ്ലോറേഷൻ എന്ന ടെൻഡൻസി ഉണ്ടായതുകൊണ്ടാണ് അവര് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ എക്സ്പ്ലോറേഷൻ എന്ന ടെൻഡൻസി എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്? പര്യവേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെ? അതായത് നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളിപ്പോ ഒരു വസ്തുവിനെ കണ്ടു, അതെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഉണ്ടാവൂലേ? ഇത് നടന്നു പോകുന്ന വഴിയിൽ നിങ്ങളുടെ മുന്നിലായിട്ട് ഇപ്പൊ ഒരു നല്ല ഭംഗിയുള്ള ഒരു പാത്രത്തിൽ എന്തോ അടങ്ങിയിരിക്കുന്നു. അതിനകത്ത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു എക്സ്പ്ലോറേഷൻ ഉണ്ടാവില്ലേ? അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് തോന്നാറില്ലേ? എന്തായിരിക്കും? ഇത് ചിന്തിക്കെങ്കിലും ചെയ്യാത്തൊരു മനുഷ്യനുണ്ടോ? ഇല്ല അല്ലെ? ദാറ്റ് ഈസ് എക്സ്പ്ലോറേഷൻ കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു പ്രവണതയെ പറയുന്നതാണ് എന്ത്? എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്, അഥവാ പര്യവേഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ മനുഷ്യന്റെ ലൈഫിൽ എല്ലാത്തിലും ഉണ്ട്. നമ്മുടെ ലൈഫിൽ എല്ലാവരിലും എന്തുണ്ട്? എക്സ്പ്ലോറേഷൻ. ഓരോ ദിവസവും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടെൻഡൻസി എന്ന് പറയുന്നത് ഓർഡർ ആണ് കേട്ടോ. രണ്ടാമത്തെ ടെൻഡൻസി ആണ് ഓർഡർ. ഓർഡർ മീൻസ് ക്രമം അല്ലെ? ക്രമം മീൻസ് ക്രമം എന്താണ്? ഓർഡർ. നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറ്? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? 5 മണിക്ക് എഴുന്നേൽക്കേണ്ട ആള് 7 മണിക്ക് എഴുന്നേറ്റു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ അന്നത്തെ ഓർഡർ തെറ്റോ? തെറ്റൂലേ? തീർച്ചയായിട്ടും അല്ലെ? നമ്മുടെ ഓർഡർ, നമ്മൾക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു ഓർഡർ ഉണ്ട്, ഒരു ക്രമം. കാര്യങ്ങൾ ക്രമമായിട്ടാണ് നമ്മൾ, സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ ഒരു ഓർഡറിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓർഡറിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇമോഷൻസ് പെട്ടെന്ന് മാറും. പെട്ടെന്ന് ദേഷ്യം കയറും. മൊത്തത്തിൽ എന്താണ് നമ്മൾ ആകെ കൺജസ്റ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് ഓർഡർ എന്ന് പറയുന്ന ടെൻഡൻസി. അതായത് നമ്മുടെ കാര്യങ്ങൾ ക്രമമായി ചെയ്യാനും വയ്ക്കാനും ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. ഓക്കെ, നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും എന്താണ്, കുട്ടികൾക്ക് ഒരു ഓർഡർ ഉണ്ട്. ഇപ്പൊ ഓരോ ഏജിനനുസരിച്ച് നമ്മളുടെ ലൈഫിൽ നമ്മളൊരു ക്രമം പിന്തുടരുന്നുണ്ട്. കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളുടെ ലൈഫ് എങ്ങനെയായിരുന്നു? നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരായിരുന്നു. വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഓർഡർ മാറിക്കൊണ്ടിരുന്നത് നമ്മളായിട്ട് സ്വയം ചെയ്യാനായിട്ട് ആരംഭിച്ചു പോയി അല്ലെ? നമ്മളുടെ ലൈഫിലേക്ക് നമ്മളൊരു റുട്ടീൻ ആയിട്ടുള്ള ഓർഡർ കൊണ്ടുവരാൻ ശ്രമിച്ചു. ദാറ്റ് ഈസ് ഓർഡർ. മനുഷ്യന്റെ രണ്ടാമത്തെ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? ക്രമമാണ്, അഥവാ ഓർഡർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് അടുത്ത ടെൻഡൻസി എന്ന് പറയുന്നത്?
റിപ്പീറ്റേഷൻ 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 അല്ല എടുക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടോ. എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ആ പറഞ്ഞത്. റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആവർത്തനമാണ് അല്ലെ. എപ്പോഴാണ് നമ്മൾ ആവർത്തനം വരുന്നത്? ആവർത്തനം വരേണ്ട സമയം എപ്പോഴാണ്? റിപ്പീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റിപ്പീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു കാര്യം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ, ഒരു പ്രവർത്തനം വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടില്ലേ? പെർഫെക്ഷൻ എന്നത് ഒരു ടെൻഡൻസി ആണ്. അപ്പോ പെർഫെക്ഷനും റിപ്പീറ്റേഷനും ഇന്റർ റിലേറ്റഡ് ആണ് അല്ലെ. പെർഫെക്ഷൻ നമ്മള് വീണ്ടും വീണ്ടും ഒരു കാര്യം, ഇപ്പൊ ഒരു കുട്ടി പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആദ്യം വരച്ചപ്പോൾ എന്താണ് കറക്റ്റ് ആയില്ല, പിന്നീട് അവൻ പിന്നീട് ശ്രമിച്ച് എന്താണ് ട്രൈ ചെയ്ത് അവൻ എന്ത് സംഭവിച്ചു? അത് ഏറ്റവും നല്ല രീതിയിലൊരു പിക്ചർ വരക്കാനായിട്ട് കുട്ടി എത്തിപ്പെട്ടു. ഇപ്പൊ നിങ്ങളൊരു എന്താ പറയാ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വിചാരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ നിങ്ങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടും ശരിയാവുന്നില്ല, കൈയോ ഷോൾഡറോ ഒന്നും ശരിയാവുന്നില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം അത് നമുക്ക് പണിയും. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്താണ് മാക്സിമം നിങ്ങൾ അതിന് ശ്രമിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ട്രൈ ചെയ്ത് എന്താണ് അതിൽ പെർഫെക്ഷൻ ഏറ്റവും നല്ലൊരു ടോപ്പായിട്ട് നിങ്ങൾ അതിനെ ഫിനിഷ് ചെയ്യും അല്ലെ. ഇത് നമ്മുടെ ഒരു ടെൻഡൻസി ആണ് മനുഷ്യന്റെ. ആവർത്തിച്ച് നമ്മൾ അത് പെർഫെക്ഷനിലേക്ക് കൊണ്ടെത്തിക്കും. ഓക്കെ, യെസ്, അത് മനുഷ്യരിലുണ്ട്. മനുഷ്യരിൽ നീണ്ടു നിൽക്കുന്നതാണ്, ദീർഘകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ടെൻഡൻസി ആണ് എന്ത്? റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഗ്രിഗേറിയനസ്. കേട്ടിട്ടുണ്ടോ ഗ്രിഗേറിയനസ് എന്ന് പറയുന്നത്? ഗ്രിഗേറിയനസ് കൂട്ടായ്മ എന്ന് പറയുന്നത്. മനുഷ്യനെ നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാനൊക്കെ പറ്റും, പക്ഷെ എപ്പോഴും ഒറ്റപ്പെടലിനൊരു സുഖം ഉണ്ടാവും? ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സുഖാവസ്ഥയാണോ? ഒരിക്കലും അല്ല അല്ലെ. നമ്മളെല്ലാവരും കൂട്ടം കൂടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, മറ്റുള്ളവരോടൊപ്പം ജീവിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അത് മനുഷ്യന്റെ പ്രവണതയാണ് കേട്ടോ. നമ്മളുടെ ഒരു ടെൻഡൻസി ആണെന്ന് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ ഭയങ്കര മൂഡ് ഔട്ട് ആയിരിക്കും, മടിയായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് അവന്റെ കൂട്ടുകാരായിട്ട് മിങ്കിൾ ചെയ്തതിനു ശേഷം വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും വരും അല്ലെ. അവനവിടെ എന്താ ചെയ്തത്? അവനെ ഏറ്റവും നല്ല രീതിയിൽ അവന്റെ ഫ്രണ്ട്സ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ട് ഇടപെട്ടിട്ട് ഹാപ്പി ആയി. കൂട്ടം കൂടും. നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സർക്കിളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയില്ലേ. അതായത് കൂട്ടം ചേരാ അല്ലെങ്കിൽ കൂട്ടം കൂടാ എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രധാന ടെൻഡൻസികളിൽ ഒന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രിഗേറിയനസ് കേട്ടോ, കൂട്ടായ്മ. ഓക്കെ, മനസ്സിലായോ? ഇനി അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്തായിരിക്കും? അമൂർത്തമായ ചിന്ത അല്ലെ. കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് ഭയങ്കര ഒരു ആസക്തി ഉണ്ട് അല്ലെ. അതായത് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെയായിരിക്കും. അമൂർത്തമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴാണ്? കാണാത്ത കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും ഒക്കെ നമുക്ക് വരയുണ്ട് അല്ലെ. യെസ്, അപ്പൊ അബ്സ്ട്രാക്ഷൻ എന്നൊരു ടെൻഡൻസി ഏത് ടെൻഡൻസി ആയിട്ട് കണക്ട് ചെയ്യും? എക്സ്പ്ലോറേഷൻ ആയിട്ട് പറ്റില്ലേ? എക്സ്പ്ലോറേഷൻ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ പര്യവേഷണം ചെയ്യുന്നത് എന്താണ്? പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ടെൻഡൻസി ആണെന്ത്? എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? അബ്സ്ട്രാക്ഷൻ എന്ന ടെൻഡൻസി. ഓക്കെ, അതായത് കാണാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുകൾ, അബ്സ്ട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാകുന്നത് അത് നമ്മുടെ ഒരു ടെൻഡൻസിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്താണ്? ക്യൂരിയോസിറ്റി മീൻസ് ജിജ്ഞാസ, ആകാംക്ഷ എന്നൊക്കെ പറയും അല്ലെ. ആ, ക്യൂരിയോസിറ്റി എങ്ങനെയാണ്? എക്സ്പ്ലോറേഷൻ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണോ? ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നത് അല്ലെ. എന്താണെന്ന് കണ്ടെത്താനായിട്ട് അല്ലെ. കുട്ടികൾക്കാണെങ്കിൽ അതല്ല, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് ഒരു ബോക്സ് കൊണ്ടുവരുന്നു അല്ലെ, ഒരു ക്ലോസ് ചെയ്ത ബോക്സ്, നല്ല ഭംഗിയുള്ള ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കവർ ചെയ്തൊക്കെ വെച്ചേക്കണം. കുട്ടികൾക്കറിയാം അതിൽ എന്തോ ഉണ്ടെന്ന്, പക്ഷെ ഇത് എന്താണെന്ന് അറിയാം അല്ലെ. ടീച്ചർ തുറന്നു കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്യൂരിയോസിറ്റി ആണ് അത് എന്താണെന്ന് അറിയാനായിട്ട് അല്ലെ. യെസ്, അതൊരു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? ഇപ്പൊ എന്റെ ബർത്ത്ഡേ ആണ് നാളെ, എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും കാര്യം ക്യൂരിയോസിറ്റി ഉണ്ടതാണ് അല്ലെ. യെസ്, അതൊക്കെ നമ്മുടെ ഇമോഷൻസ് ഭാഗമായിട്ട് മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും എന്താണ്? ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് മനുഷ്യന്റെ മറ്റൊരു ടെൻഡൻസി ആണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അല്ലെ. കാൽക്കുലേഷൻ കണക്കുകൂട്ടലാണോ?
കണക്ക് കൂട്ടലുകൾ തന്നെയാണ്. ലൈഫ് തന്നെ ഒരു കണക്ക് കൂട്ടലാണ് അല്ലെ. നമ്മളുടെ ജീവിതത്തിന് നമ്മളൊരു അളവ് പോലെ വെച്ചിട്ടുണ്ട്. മെഷർ ചെയ്താണ് നമ്മുടെ ലൈഫും പോകുന്നത് അല്ലെ. അതായത് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അളക്കാനും എണ്ണാനും കണക്കാക്കാനുമായിട്ടുള്ള ഒരു കഴിവും ടെൻഡൻസിയുമാണ് അല്ലെ. കുട്ടികൾക്കുണ്ട്, മുതിർന്നവർക്കുണ്ട്, എല്ലാവരും ചെറുപ്പകാലം മുതൽ നമ്മൾ എന്താണ് കണക്കുകൂട്ടലുകളിലൂടെ, അതായത് കാൽക്കുലേഷൻസിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെ. മനുഷ്യൻ എല്ലാത്തിനും ഒരു കണക്കുണ്ട് അല്ലെ. എന്ത് കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കണക്കില്ലേ? നാളെ ഫീസ് അടക്കണം, ഇത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, എക്സാം ഫീ അല്ലെ, അതിന് മോന് സ്കൂൾ ഫീസ് അടയ്ക്കാനുണ്ട്, എനിക്ക് സാരി വാങ്ങിക്കാൻ ഇത്രയും പൈസ വേണം അല്ലെ. ഇനി അടുത്ത മാസത്തേക്ക് ഞാൻ ഈ ഒരു എമൗണ്ട് ഇങ്ങനെ നീക്കി വെക്കണം, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാറില്ലേ? നിങ്ങളുടെ കാൽക്കുലേഷൻ അല്ലത്. അത് എല്ലാ മനുഷ്യനുള്ള ഒരു പ്രവണതയാണ് കേട്ടോ. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ അഥവാ കണക്ക് കൂട്ടൽ. പിന്നെ വരുന്ന എന്താണ്? കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് മാനിപ്പുലേഷൻ ആണ് കേട്ടോ. അവിടെ റിപ്പീറ്റേഷൻ മാറ്റി നിങ്ങൾ മാനിപ്പുലേഷൻ എന്ന് എഴുതാം കേട്ടോ. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് മാനിപ്പുലേഷൻ. കുട്ടികൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തുക്കൾ നമ്മൾ കൊടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ആദ്യം തോന്നുന്നത് എന്താണ്? അതിനൊന്ന് തൊട്ടു നോക്കാൻ തോന്നും അല്ലെ. വസ്തുക്കളെ കൈകൊണ്ട് തൊടാനുള്ള ഒരു പ്രവണതയാണ്. കൈകൊണ്ട് തൊട്ടും തലോടി അതെന്താണെന്ന് അറിയാനായിട്ടുള്ള കുട്ടികളുടെ പ്രവണതയാണത് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തൊടുകയും പിടിച്ചും തിരിച്ചും മറിച്ചൊക്കെ കുട്ടികൾ അത് നോക്കും. അവരത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതെന്താണെന്ന്, അതിന്റെ ആ വസ്തുവിന്റെ പ്രത്യേകത എന്താണ് കുട്ടി അവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ കയ്യിൽ ഒരു പുതിയൊരു സാധനം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനിങ്ങനെ തൊട്ടും തലോടിയൊക്കെ നോക്കും. അത് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഈ മാനിപ്പുലേഷന്റെ ടെൻഡൻസിയുമായി കണക്ട് ചെയ്യുന്നത് എന്താണ്? റിപ്പീറ്റേഷൻ ആണ് അല്ലെ. ആവർത്തിച്ചിട്ടില്ലേ നമ്മൾ ആ വസ്തുക്കളെ നോക്കുന്നത്. അപ്പൊ റിപ്പീറ്റേഷൻ എന്ന ടെൻഡൻസിയുമായിട്ട് അത് റിലേറ്റഡ് ആണ്. ക്യൂരിയോസിറ്റി ഉണ്ട്. മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഒരു ജിജ്ഞാസ ഉണ്ടാവണം അല്ലെ. ക്യൂരിയോസിറ്റി ഉണ്ടായാൽ മാത്രം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പ്ലോറേഷൻ വേണോ? അതിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പ്ലോറേഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഈ പറഞ്ഞ എല്ലാ ടെൻഡൻസി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. യെസ്, ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ. ഒരു വസ്തുക്കളെ കൈകൊണ്ട് തൊടാനും അല്ലെങ്കിൽ അത് എന്താണ് തിരിച്ചും മറിച്ചൊക്കെ കണ്ടെത്താനായിട്ടുള്ള കുട്ടികളുടെ ഒരു കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ പ്രവണതയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എട്ടാമത്തത് റിപ്പീറ്റേഷൻ വെട്ടി മാനിപ്പുലേഷൻ ആക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടെൻഡൻസി എന്താണ്? കോൺസെൻട്രേഷൻ ആണ് അല്ലെ. കോൺസെൻട്രേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഏകാഗ്രത. നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഏകാഗ്രത വേണോ? വേണം. ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ ഏകാഗ്രത വേണോ? കോൺസെൻട്രേഷൻ വേണോ? വേണം അല്ലെ. നമുക്ക് ക്രമം വേണമെങ്കിൽ, ഓർഡർ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകാഗ്രത വേണ്ടേ? വേണം അല്ലെ. അമൂർത്തമായ ഒരു കാര്യം അബ്സ്ട്രാക്റ്റീവ് ആയിട്ട് ഒരു കാര്യം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? കോൺസെൻട്രേഷൻ വേണ്ടേ? കോൺസെൻട്രേഷൻ ഉണ്ടെപ്പോഴാണല്ലേ നമുക്ക് ക്യൂരിയോസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അല്ലേ കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആണ്. നമുക്ക് ശ്രദ്ധയുണ്ട്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രവണതയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, സെൽഫ് കൺട്രോൾ. എന്താണ് സെൽഫ് കൺട്രോള്? ആത്മനിയന്ത്രണം. അതൊരു ടെൻഡൻസി ആണോ? സ്വന്തം വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് നമുക്കൊരു കഴിവില്ലേ? നമുക്ക് എവിടെ കരയണം, എവിടെയാണ് ചിരിക്കേണ്ടത്, എവിടെയാണ് പറയേണ്ടത് വ്യക്തമായിട്ട് നമുക്കറിയില്ലേ? നമ്മുടെ ആത്മാവിൽ, നമ്മുടെ സെൽഫിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ടെൻഡൻസിയിൽ ഒന്നാണ് എന്ത്? സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്വന്തം വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഓക്കെ, യെസ്. നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഉള്ള വ്യക്തികളാണോ നിങ്ങൾ എല്ലാവരും? ഇപ്പൊ ഈ ക്ലാസ് ഒന്ന് ദൈവമേ പെട്ടെന്നൊന്ന് തീർക്കണേന്ന് വിചാരിച്ച് സെൽഫ് കൺട്രോൾ ചെയ്തങ്ങ് നിൽക്കുകയാണ് അല്ലെ. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി ടേം 2-നുള്ള പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് അല്ലെ. ഒരു ആത്മനിയന്ത്രണത്തിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ. പിന്നെ പണ്ടേ റെസ്പോണ്ട് ചെയ്യാത്ത കുട്ടികളാണ്. പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഉടനെ കേട്ടിരുന്നോളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, ഇന്നെങ്കിലും ഒരു ലാസ്റ്റ് ക്ലാസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇപ്പൊ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മനിയന്ത്രണമാണ്. അതൊരു ടെൻഡൻസിയാണ് കേട്ടോ. ദെൻ പെർഫെക്ഷൻ. നമുക്കൊക്കെ വളരെ കുറവുള്ള ഒരു കാര്യമാണ്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്യും അല്ലെ. കഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്ത് ചെയ്യും? പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരും. പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഏത് ടെൻഡൻസിയൊക്കെ നമുക്ക് ആദ്യം വേണം?
റിപ്പീറ്റേഷൻ വേണം അല്ലെ. റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചെയ്താൽ മാത്രമേ എന്താണ് പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. സെൽഫ് കൺട്രോളോട് ചെയ്താൽ മാത്രമേ പെർഫെക്ഷൻ വരുള്ളൂ അല്ലെ. നമ്മളൊന്ന് മനസാന്നിധ്യവും കൊടുത്ത് നമ്മൾ നിയന്ത്രിച്ച് ചെയ്യുമ്പോൾ മാത്രമേ പെർഫെക്റ്റ് ആവുള്ളൂ. ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. അബ്സ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഓർഡർ ഉണ്ടെങ്കിലേ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. ആണോ? എല്ലാം ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള ടെൻഡൻസികളാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പെർഫെക്ഷൻ മീൻസ് പൂർണ്ണതയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒരു ജോലി കൂടുതൽ നന്നായി ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നന്നായി ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് പെർഫെക്ഷൻ എന്ന് പറയുന്ന ടെൻഡൻസി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ക്രിയേറ്റിവിറ്റി. 12th വൺ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി ഒരു ടെൻഡൻസി ആണോ? നമ്മുടെ മെയിൻ ടെൻഡൻസി ആണ്. ക്രിയേറ്റീവ് ആയിട്ടില്ലാത്ത മനുഷ്യർ ആരും തന്നെ ഇല്ല അല്ലെ. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റീവ് ആയി ചിന്തിക്കുക എന്ന് പറയുന്നത് സർഗാത്മകത. യെസ്, നമ്മൾ എന്ത് കാര്യങ്ങൾ, ഒരു പഠനത്തിലാണെങ്കിലും നമ്മൾ അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എന്താണ് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് അല്ലെ. ഇപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ക്രിയാത്മകത എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരിലുള്ള ഒരു ഉറഞ്ഞു കിടക്കുന്ന ഒരു ടെൻഡൻസി തന്നെയാണ്. Then independence. ബേസിക് ഹ്യൂമൻ നീഡാണ്, ബേസിക് ഹ്യൂമൻ ടെൻഡൻസി ആണ് ഇൻഡിപെൻഡൻസ്. നമ്മളെല്ലാവരും സ്വതന്ത്രനായിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ടെൻഡൻസിയാണ്. ഇപ്പറഞ്ഞ എല്ലാ ടെൻഡൻസിയും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലെ. സ്വതന്ത്രരായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ഈ പറഞ്ഞ എല്ലാ ടെൻഡൻസിയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. മനുഷ്യന്റെ ഇപ്പൊ ബേസിക് ഹ്യൂമൻ ടെൻഡൻസി ആണ് എന്ത്? ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. ബേസിക് ഹ്യൂമൻ ടെൻഡൻസി ആണ് ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ആണ്. ലാസ്റ്റ് ടെൻഡൻസി വർക്ക്. വർക്ക് എന്താണ്? ജോലി. ഒരു ജോലി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്തു തീർക്കാം? ഒരു ജോലി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? പകുതി ചെയ്യാൻ പറ്റും, പൂർണ്ണമായി ചെയ്യാൻ പറ്റും, ചെയ്യാണ്ടിരിക്കാനും പറ്റും, തോന്നിയ പോലെ ചെയ്യാനും പറ്റും അല്ലെ. ചെയ്യാൻ പറ്റൂലേ? വർക്ക് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വർക്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം? നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് ഏറ്റവും പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ കഴിവ് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മുടെ കഴിവിനെ ഏറ്റവും കൂടുതൽ സ്കിൽഫുൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏതൊക്കെ ടെൻഡൻസി നമ്മുടെ കൂടെ വേണം? വർക്ക് ചെയ്യണമെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം അല്ലെ. സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റണം. ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. പിന്നെ പെർഫെക്ഷൻ ഉണ്ടാവണം. ഈ പറഞ്ഞ എല്ലാ ടെൻഡൻസിയും എന്തിൽ വേണം? വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ് അല്ലെ. ഒരു പ്രവർത്തനം പൂർണ്ണമായി ചെയ്യുന്നതിന് ഈ പറഞ്ഞ ബാക്കിയുള്ള 13 ടെൻഡൻസീസും നമുക്ക് ആവശ്യമാണ്. ഓക്കെ, യെസ്. അപ്പൊ മോണ്ടിസോറി കണ്ടെത്തിയ 14 ടെൻഡൻസികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ 14 ടെൻഡൻസീസ് ആണ്. നിങ്ങൾക്കത് മനസ്സിലായോ പറഞ്ഞത് പിള്ളേരെ? 14 ടെൻഡൻസികളും ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? അതിന്റെ പേരുകൾ ഒന്ന് പറയാമോ ടെൻഡൻസിയുടെ? exploration, repetition, order, gregariousness, abstraction, gregariousness, abstraction, curiosity, calculation, manipulation, concentration, self-control, perfection, creativity, independence, work. Okay, very good. ഇനി നമ്മുടെ ടെക്സ്റ്റിലെ ലാസ്റ്റ് ഒരു ഭാഗം കിടക്കുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കണം. ഈ പറഞ്ഞ ടെൻഡൻസി ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റ് കാണുന്നുണ്ടോ? നിങ്ങൾ ആ ടേബിൾ ഒന്ന് ആദ്യം ഒന്ന് നോക്കി, എല്ലാവരും ടേബിൾ ഒന്ന് കംപ്ലീറ്റ് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. Yes.
ഓക്കെ, ഇത് ഓരോ ടെൻഡൻസിയും വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് കേട്ടോ. സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷൻ. ടേബിൾ 1 phase 1 phase 2 എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കൾച്ചറൽ അഡാപ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഏത് ടെൻഡൻസിയും ഏത് തരം കൾച്ചറാണ് ഇതിൽ രൂപപ്പെടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതില് ഫസ്റ്റ് ഈ ഫേസസ് മുതൽ നിങ്ങൾ നോക്കിയേക്കാം. ഇവിടെ നമ്മൾ ഫേസിൽ ഒരു റീസൺ വരും. ആ റീസൺ ഏത് ടെൻഡൻസിയുമായി, മനുഷ്യന്റെ ഏത് പ്രവണതയുമായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഏത് സംസ്കാരവുമായിട്ടാണ് അത് ബന്ധപ്പെടുന്നത്, ഏത് ആസ്പെക്ട്സുമായിട്ടാണ് അത് ബന്ധപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഓരോ ടേബിളിൽ ഓരോ ഫേസിൽ കുറച്ച് സിറ്റുവേഷൻസ് കൊടുക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ ഏതൊക്കെ ടെൻഡൻസീസുമായിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ആസ്പെക്ട്സിലാണ് അത് വരുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തേത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഫേസിൽ പറയുന്നത് എന്താണ്? എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈങ് ദ എൻവയോൺമെന്റ്. നമ്മുടെ പ്രകൃതിയെ കുറിച്ചിട്ട് നമുക്ക് പര്യവേഷണം ചെയ്യാൻ തോന്നുന്ന ടെൻഡൻസി ഏതാണ്? ഏതൊക്കെ ടെൻഡൻസി വരും? പരിസ്ഥിതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന ടെൻഡൻസി ഏതാണ് പിള്ളേരെ? എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ ആണോ? എന്താണ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ? ഒന്ന് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ. ഇനി പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഘടകങ്ങൾ വരും? വായു, ജലം, അല്ലെ, മണ്ണ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഓർഡർ ചെയ്യാണ് അല്ലെ. അപ്പൊ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ടെൻഡൻസി ഏതാണ്? ഓർഡർ എന്നൊരു ടെൻഡൻസിയാണ് അല്ലെ. അപ്പോ പ്രകൃതിയെ കണ്ടുപിടിക്കാനും പ്രകൃതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് മനുഷ്യനെ സഹായിക്കുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഏതാണ്? എക്സ്പ്ലോറേഷനും ഓർഡർ ആണ്. ഓക്കെ, പിന്നെ അത് ഏത് സബ്ജക്റ്റുമായിട്ട് ഏത് ആസ്പെക്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക്? നമ്മൾ മനുഷ്യൻ ഇങ്ങനെ പ്രകൃതിയെ കുറിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തിലൊക്കെയാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്? നാച്ചുറൽ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകളാണ് അല്ലെ. നാച്ചുറൽ ഹിസ്റ്ററി പോലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദിമ മനുഷ്യന്റെ കാലഘട്ടത്തെ കുറിച്ചും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആസ്പെക്ടുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത് ഏത് ആസ്പെക്റ്റിലാണ്? നാച്ചുറൽ ഹിസ്റ്ററിയിലാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കി, ഷെയറിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. ഷെയറിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ ടെൻഡൻസി മൂലമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ടെൻഡൻസി ഏതൊക്കെയാണ്? ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടെൻഡൻസിയാണ്. അത് നമ്മുടെ ഗ്രിഗേറിയനെസ്സുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. നമുക്ക് കൂട്ടം കൂടുതൽ നമ്മൾ എന്ത് വേണം? ആശയവിനിമയം നടത്താനായിട്ടുള്ള കഴിവാണ് അല്ലെ. ഇപ്പൊ ഗ്രിഗേറിയനെസ്സും കമ്മ്യൂണിക്കേഷനും എന്ന് പറയുന്ന ടെൻഡൻസി എന്താണ്? നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രവണതയാണ് കേട്ടോ. ഇത് മനസ്സിലായോ പറഞ്ഞത്? നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, അനുഭവങ്ങൾ പങ്കുവെക്കണം. നമ്മളുടെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് കൂട്ടം ചേർന്ന് നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റണം അല്ലെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ എന്താണ് അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുള്ളൂ. നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് പോയി ഒന്നും മിണ്ടാതെ നിന്നിട്ട് കാര്യമുണ്ടോ? കമ്മ്യൂണിക്കേഷൻ നടക്കണം അല്ലെ. ആശയവിനിമയം നടത്തുമ്പോൾ മാത്രമേ കൂട്ടം ചേരലുകൾ സാധ്യമാവുകയുള്ളൂ. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂട്ടം കൂടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആസ്പെക്ട്സ് ഏതാണ്? റിലേറ്റഡ് ആസ്പെക്ട്സ് ഏതാണ്? ലാംഗ്വേജ് ആണ് അല്ലെ. നമുക്ക് ഒരാളോട് ആശയവിനിമയം നടത്തണമെങ്കിൽ, കൂട്ടം കൂടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സംസാരിക്കാൻ പറ്റണം. നമ്മൾ ഉപയോഗിക്കാൻ ഭാഷ ആവശ്യമാണ്. അതാണ് എന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, പറയണം മനസ്സിലാവണില്ല എല്ലാവർക്കും? ഓക്കെ, ഇനി അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട്, അതായത് എൻവയോൺമെന്റിലെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മൾ എന്താണ്? പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് ടെൻഡൻസി ഏതായിരിക്കും? അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ മാത്രമാണോ? ബാക്കി എല്ലാ ടെൻഡൻസിയും വരില്ല ഇവിടെ? ക്യൂരിയോസിറ്റി വരും അല്ലെ. ക്യൂരിയോസിറ്റി വരും. റിപ്പീറ്റേഷൻ വരില്ലേ? എൻവയോൺമെന്റിനെ കുറിച്ച് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്ന ഏതാണ്? റിപ്പീറ്റേഷൻ, അബ്സ്ട്രാക്ഷൻ, ക്യൂരിയോസിറ്റി. ഇതെല്ലാം തന്നെ ഇവിടെയും വരും കേട്ടോ, ഒരു പ്രകൃതിയെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന എന്തിലാണ്? പ്യുവർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിലാണ് അല്ലെ. എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നത് പ്യുവർ സയൻസ് പോലുള്ള വിഷയങ്ങളിലാണ് കേട്ടോ. ഇനി phase 2 നമ്മള് എന്താണ്? modifying the environment in accordance with our understanding of its ensure the survival and continuity. നമ്മുടെ നിലനിൽപ്പിനും തുടർച്ചയുമായി നമ്മുടെ ഒരു മനുഷ്യന് നിലനിൽക്കാനായിട്ടും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ധാരണയ്ക്ക് അനുസരിച്ച് പരിസ്ഥിതിയെ മനസ്സിലാക്കുന്ന ടെൻഡൻസികൾ എന്തൊക്കെയാണ്? നമ്മുടെ നിലനിൽപ്പിന് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ടും നമ്മുടെ നിലനിൽപ്പിനെയും അതേപോലെ തന്നെ നമ്മുടെ ധാരണയ്ക്ക് അനുസരിച്ച് നമ്മുടെ പെർസെപ്ഷൻ അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ടെൻഡൻസികൾ ഏതൊക്കെയാണെന്നാണ്. ഒന്ന് കാൽക്കുലേഷൻ ആണ്. നമ്മുടെ ധാരണയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ധാരണയും നമ്മളത് കാൽക്കുലേഷനുമായി ബന്ധപ്പെടുത്താണ് കൊണ്ടുപോകുന്നത് അല്ലെ. അതുപോലെ വർക്ക്, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, ഇതെല്ലാം തന്നെ എന്താണ്?
നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടെൻഡൻസീസ് ആണ് അല്ലെ, മനുഷ്യന്റെ പ്രവണതകളാണ് ഇതെല്ലാം. ഓക്കെ, അതായത് പരിസ്ഥിതിക്ക് മാറ്റം വരുത്താൻ വേണ്ടി മനുഷ്യൻ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ടെൻഡൻസികളാണ് എന്ത്? കാൽക്കുലേഷൻ, വർക്ക്, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ ആൻഡ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഏത് തരം ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലെ. യെസ്, അതായത് നമ്മളിപ്പോ ന്യൂ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇവന്റ്സുകൾ എല്ലാം തന്നെ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗം എന്താണ്? മനുഷ്യന്റെ ഓരോ ഈ ടെൻഡൻസി മൂലമാണ് നമ്മൾ പുത്തൻ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ അപ്ഡേറ്റഡ് ആയിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഉൾപ്പെടെ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുക, മനുഷ്യൻ അന്ന് മുതൽ പല കാര്യങ്ങളിലും ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രവണതകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ടെക്നോളജിക്കൽ ആയിട്ടുള്ള പല ആസ്പെക്ട്സുകളും രൂപപ്പെടാൻ തുടങ്ങിയത് അല്ലെ. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ മൂലമാണ് എന്ത്? ടെക്നിക്കൽ മേഖലയിലെ പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ഈ ടെക്നോളജി രൂപപ്പെടുത്താനായിട്ട് മനുഷ്യനെ സഹായിച്ചത് എന്താണ്? അവന്റെ പ്രവണതകളാണ്, അവന്റെ ടെൻഡൻസീസിന്റെ ഭാഗമായിട്ടാണ് എന്ത് നമുക്ക് ഈ കാണുന്ന ഇത്തരം ഫെസിലിറ്റീസ് വരെ രൂപപ്പെട്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ടായിരുന്നില്ലേ? യെസ്, ഇനി പെർഫെക്ഷൻ ഇൻ അവർ എൻവയോൺമെന്റ് ആൻഡ് മോഡിഫിക്കേഷൻ. നമ്മുടെ പ്രകൃതിയിലും പരിസ്ഥിതിയിലൊക്കെ പല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ടെൻഡൻസി ഏതാണ്? പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റിയാണ് അല്ലെ. നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമാക്കി മാറ്റാനായിട്ട് നമ്മൾ മനുഷ്യനെ സഹായിക്കുന്ന രണ്ട് പ്രവണതകളാണ് എന്ത്? പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റിയും അല്ലെ. അങ്ങനെ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആസ്പെക്ട്സ് ആണ് എന്ത്? ആർട്ട് എന്ന് പറയുന്നത് അല്ലെ. ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമല്ലേ പിള്ളേരെ? ആർട്ട് പല രീതിയിലുള്ള കലാ സാഹിത്യ മേഖലകളൊക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് മനുഷ്യന്റെ ഈ രണ്ട് പ്രവണതകൾ മൂലം എന്താണ് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒന്നാണ് ആർട്ട്, അല്ലെങ്കിൽ കലാരൂപങ്ങൾ, അല്ലെങ്കിൽ പല രീതിയിലുള്ള കലകൾ അല്ലെ. അതിപ്പോ സാഹിത്യം ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതെല്ലാം മനുഷ്യന്റെ ഈ ഒരു പ്രവണത മൂലമാണ് ഇതെല്ലാം രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായോ പറഞ്ഞതാ? യെസ്. അതിൽ ഏറ്റവും ഉദാഹരണമാണ് നമ്മളൊരു ശില്പി ഒരു ശില്പം കൊത്തുവെന്ന് വിചാരിക്കുക. ശില്പം പണിയാണ് അല്ലെ. അദ്ദേഹം എന്താണ് പല രീതി, ഇപ്പൊ എല്ലാ ടെൻഡൻസി ഇതിൽ വരാം. റിപ്പീറ്റേഷനോട് കൂടിയാണ് അയാൾ പൂർണ്ണമായിട്ട് അത് ചെയ്തത് അല്ലെ. റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്തു? അയാളുടെ ക്രിയേറ്റിവിറ്റി ആണ് ഇപ്പൊ ആ ശില്പത്തിന്റെ മുഖം, കണ്ണ്. നമ്മൾ ലാസ്റ്റ് വരയ്ക്കുന്നത് കണ്ണാണെന്നാണ് പറയുന്നത് അല്ലെ. പടം വരയ്ക്കാനാണെങ്കിലും ശില്പം കൊത്താനാണെങ്കിലും ലാസ്റ്റ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് എടുക്കുന്നതാണ് കണ്ണ്. അപ്പോഴാണ് ആ ചിത്രത്തിന് പൂർണ്ണത ലഭിക്കുന്നത്. അത് ചെയ്ത് പൂർണ്ണമായിട്ട് വരുന്നത് വരെ അദ്ദേഹം എന്താണ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ ടെൻഡൻസിയും കൂടിയാണ് എന്താ ആ ആർട്ടിനെ, ആ ഒരു കലാരൂപത്തിന് അദ്ദേഹം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാറ്റിയത് അല്ലെ. ഇതെല്ലാം ഹ്യൂമൻ ടെൻഡൻസിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്? അസസിങ് ദ പ്രോഗ്രസ് ഓഫ് അവർ അഡാപ്റ്റേഷൻ. അസസിങ് ദ പ്രോഗ്രസ് ഓഫ് അവർ അഡാപ്റ്റേഷൻ. നമ്മുടെ ലൈഫിന്റെ പ്രോഗ്രസ്സിനെ അല്ലെങ്കിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, മുന്നേറ്റം ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിച്ചിട്ട്, നമ്മുടെ ലൈഫിനെ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ത്? ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ടെൻഡൻസി ആണ് എന്ത്? ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡിപെൻഡൻസ് എന്ന സ്വാതന്ത്ര്യം എന്ന ഈ ടെൻഡൻസി നമുക്ക് ഏത് ആസ്പെക്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മൾ ഇന്നിപ്പോ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇപ്പൊ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇൻഡിപെൻഡൻസ് അല്ലെ. ഹിസ്റ്ററി ആയിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്ത് വരും? 1947 മനുഷ്യന്റെ ആ പ്രവണത അവിടെ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തത് അല്ലെ. കാരണം 1947 മുൻപ് തന്നെ എന്താണ് മനുഷ്യൻ അതിനു വേണ്ടി, ആ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു? ചരിത്രപരമായിട്ടുള്ള പല മുന്നേറ്റങ്ങളും കാഴ്ചവെച്ചിരുന്നു അല്ലെ. പല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത്, പ്രധാനമായിട്ട് നമുക്ക് ആ ഒരു വ്യക്തിത്വത്തെ മറക്കാൻ സാധിക്കില്ല. ആരാണ്? മഹാത്മാഗാന്ധിജി അല്ലെ, ഫാദർ ഓഫ് നേഷൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ടെൻഡൻസി, സ്വാതന്ത്ര്യം നേടാ എന്നുള്ള ഒരു ടെൻഡൻസി അല്ലെ, ആ ഒരു ഇത് ചരിത്രപരമായിട്ട് എനിക്ക് പറയുമ്പോൾ കുളികയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടൽ മൂലം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സഹായിച്ച മറ്റ് പിൻഗാമികളുടെ ഇടപെടൽ അവർക്കെല്ലാം തന്നെ എന്തുണ്ടായിരുന്നു? സ്വാതന്ത്ര്യം നേടണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന, നമ്മൾ നാളെ 78-ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് പോകുന്നു. ഓക്കെ, ഇത്രയും വർഷമായത്
അപ്പൊ ഹിസ്റ്ററിയാണ് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് എന്ന ഒരു 1947 എന്ന ഒരു കോൺസെപ്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററീസ് എടുത്തു നോക്കിയാൽ നമുക്ക് ഈ കാലഘട്ടം വരെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് പോലെ ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ആർക്കെയും പെർമിഷൻ വേണോ? വേണ്ട അല്ലെ. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ സ്വതന്ത്രരായത് കൊണ്ടാണ് നിങ്ങളത് തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് അവന്റെ പ്രവണതകളുമായിട്ടാണ്. ഇപ്പൊ 14 പ്രവണതകൾ നിങ്ങൾ ബേസിക് 14 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതല്ലാതെ പല പ്രവണതകളും മരിയ മോണ്ടിസോറിയുടെ മകൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാതെ 2-3 പ്രവണതകൾ നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്നിരുന്നാൽ പോലും ഈ 14 പ്രവണതകളെ കുറിച്ച് ഇതിന്റെ പേരും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് നോട്ട്, അതായത് ക്യാപ്സൂൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ടീച്ചർ അതിന്റെ ഒരു നോട്ടും കൂടി നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. മോക്ക് ടെസ്റ്റിന്റെ ഒപ്പം തന്നെ 14 ടെൻഡൻസിയും ഓരോന്ന് എന്താണെന്ന് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഒരു നോട്ടും കൂടി അയച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. മനസ്സിലായോ? പിന്നെ അതിൽ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് മാത്രം നന്നായിട്ട് പഠിക്കാം പരീക്ഷയ്ക്ക് കേട്ടോ. അതിന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഇടുള്ളൂ, വേറെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ 14 ടെൻഡൻസിയുടെ പേര് ആരും മറന്നു പോരുന്നത്. ആരാണ് കണ്ടുപിടിച്ചത്? മരിയ മോണ്ടിസോറി ആണ്. എത്ര ടെൻഡൻസി ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? 14 ടെൻഡൻസീസ് ആണ്. അതിന്റെ പേരുകൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇന്നൊരു ഗുഡ് ബൈ പറയുന്നില്ല, കാരണം നമുക്കൊരു റിവിഷൻ ക്ലാസ് കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഒഫീഷ്യൽ ക്ലാസ്സസ് കഴിഞ്ഞിരിക്കുന്നത്. റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് സംസാരിച്ച് സന്തോഷിച്ച് പിരിയാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വെനസ്ഡേ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ക്ലാസ്സിൽ കയറണം കേട്ടോ. ഓക്കെ, ഇത്ര നേരം സഹായിച്ചതിൽ ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ വിലയേറിയ സമയം ഇപ്പൊ തന്നതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു മാം. Thank you, ma'am. Thank you. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you.